ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് വന്നൊരു വാർത്തയുടെ ഒരു ശകലം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഈ കാസർഗോഡ് ബളാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു കാഴ്ചശക്തി ഇല്ലാത്ത ഒരു മനുഷ്യന് പ്രധാനമന്ത്രിയുടെ ഭവന പദ്ധതി പ്രകാരം ഒരു വീട് നിർമ്മിക്കാനുള്ള പൈസ കിട്ടി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചയില്ലാത്ത ആളാണ്. അദ്ദേഹം അവർക്ക് ഒന്നുമില്ല. അവരൊരു ചെറിയ എന്തോ ഒരു കട നടത്തി ഉപജീവനം നടത്തുന്നവരാണ്. അത് വാടകക്കെട്ടത്തിലാണ് താമസം. സ്വന്തമായൊരു വീട് വയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ കുറച്ച് മണ്ണെടുത്തപ്പോൾ ഈ ചരിഞ്ഞ സ്ഥലത്താണ് അവരുടെ ഈ പുരയുടെ ഉള്ളത് കൊണ്ട് കുറച്ച് ഒരു 50 മീറ്റർ മാറി അങ്ങോട്ട് കൊണ്ടിട്ടു. അപ്പോൾ ഏതൊരു പരാതിക്കാരൻ കൊണ്ട് പരാതി കൊടുത്തു. അപ്പോൾ ഈ പരാതി പരിശോധിക്കാൻ വന്ന ജിയോളജി ഉദ്യോഗസ്ഥൻ ഒരു ചെറിയ പിഴയിട്ട് കൊടുത്തു. 1,00,000 രൂപ. 5,000 രൂപ ഒരു മാസം വരുമാനമില്ലാത്ത ഈ കാഴ്ചശക്തി ഇല്ലാത്ത മനുഷ്യനാണ് ഈ 1,00,000 രൂപ പിഴയിട്ടത്. അപ്പോൾ ഇപ്പം പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതി പ്രവർത്തിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് വീട് നിർമ്മിക്കാനുള്ള പൈസ കിട്ടിയത്. അപ്പോൾ അവർക്കൊക്കെ 1,00,000 രൂപയൊക്കെ പിഴ കിട്ടാൽ എന്താ ചെയ്യുക? അപ്പോൾ കുറച്ചുകൂടെ മനുഷ്യകാരുണ്യപരമായ രീതിയിൽ നിയമത്തെ വ്യാഖ്യാനിക്കണ്ടേ എന്നാണ് എനിക്ക് ജിയോളജി ഉദ്യോഗസ്ഥനോട് ചോദിക്കാനുള്ളത്. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. തിരുവനന്തപുരം SCT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചതിൽ ചികിത്സാ പിഴവ് ആരോപിച്ച കുടുംബം. കരിക്കകം സ്വദേശി ശിവപ്രിയയ്ക്ക് പ്രസവശേഷം ആശുപത്രിയിൽ വേണ്ടത്ര പരിചരണം ലഭിച്ചില്ലെന്നും അണുബാധയെ തുടർന്നാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്നാൽ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടിയെന്ന വാർത്തയുണ്ട്. കരിക്കകം സ്വദേശിയായ 26-കാരി ശിവപ്രിയയെ ഒക്ടോബർ 22-നാണ് പ്രസവത്തിനായി തിരുവനന്തപുരം SCT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 25-ന് കുഞ്ഞുമായി വീട്ടിലേക്ക് മടങ്ങി. കടുത്ത പനിയെ തുടർന്ന് പിറ്റേ ദിവസം തിരികെ ആശുപത്രിയിൽ എത്തിച്ചു. നില വഷളായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി വിഭാഗത്തിലേക്ക് മാറ്റി. കൾച്ചർ പരിശോധനയിൽ അസിനറ്റോബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. അണുബാധ കൂടിയതോടെ ആദ്യം ICUവിലേക്കും പിന്നീട് വെന്റിലേറ്ററിലേക്കും മാറ്റി. ഇന്നുച്ചയോടെ മരിച്ചു. SCT ആശുപത്രിയിൽ നിന്നാണ് അണുബാധ ഉണ്ടായതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അസിനറ്റോബൈറ്റർ ആണോ എന്ന് ചോദിച്ച സമയത്താണ് അവർ പിന്നെ ഓന്ന് സമ്മതിക്കുകയും ചെയ്ത്. എല്ലാ കാര്യത്തിനും കാലതാമസമാണ് ഏറ്റവും വലിയ പ്രശ്നം. ശിവപ്രിയയുടെ 9 ദിവസവും 2.5 വയസ്സും മാത്രം പ്രായമുള്ള 2 കുഞ്ഞുങ്ങളുമായി ബന്ധുക്കൾ SCT ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ആശുപത്രിക്ക് മുന്നിൽ BJPയും കോൺഗ്രസും പ്രതിഷേധവുമായി എത്തി. ആശുപത്രി സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ട കാര്യം അറിയിച്ചെങ്കിലും സുപ്രീം കോടതി മാർഗനിർദ്ദേശം അനുസരിച്ച് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാണ് ആവശ്യം. എന്നാൽ ആശുപത്രിയിൽ നിന്ന് അണുബാധയുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. ഇതിപ്പോ 1.25 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4 മണിക്ക് മെംബ്രെയിൻ റപ്ചർ ചെയ്തു. 5:45 അവൾ പ്രസവിച്ചു. അപ്പൊ ഇൻട്രാപാർട്ടം ഒരു സെപ്സിസിന്റെ ഒരു ലക്ഷണങ്ങളും പ്രസവമുറിയിൽ നിന്ന് സമയത്ത് അവൾക്ക് ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങളില്ല. 24 തിരുവനന്തപുരം. പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചതിൽ തിരുവനന്തപുരം SCT ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപിച്ച് പ്രതിഷേധിക്കുന്നവരുമായി DME കൂടിക്കാഴ്ച നടത്തി. BJP നേതാവ് V മുരളീധരനും യുവതിയുടെ ബന്ധുക്കളും ഈ ചർച്ചയിൽ പങ്കെടുത്തു. RDOയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും V മുരളീധരൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഈ മരണത്തെ സംബന്ധിച്ച് RDOവിൻ്റെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടക്കണം. ഈ മരണത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ശാസ്ത്രീയമായി പരിശോധിക്കപ്പെടണം. ഈ സംഭവത്തിൽ ജില്ലാതലത്തിലുള്ള അന്വേഷണമാണ് ആദ്യം നടക്കേണ്ടത്. അതിനുശേഷം ആ കാര്യത്തിൽ എന്തെങ്കിലും പരാതികളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള അപ്പലേറ്റ് കമ്മിറ്റിയുണ്ട്. ആ അന്വേഷണം നടക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാമെന്ന് അധികാരികൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. റിനു ശ്രീധർ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. റിനു, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ വിശദാംശങ്ങൾ. SK, ഞാൻ നിൽക്കുന്ന ഈ SCT ആശുപത്രിയിൽ കരിക്കകം സ്വദേശിയായിട്ടുള്ള ശിവപ്രിയയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചികിത്സാ പിഴവ് ആരോപിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിയത്. യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ BJP V മുരളീധരന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകരും വലിയ പ്രതിഷേധത്തിലായിരുന്നു. നിരവധി തവണ SCT സൂപ്രണ്ടുമായി സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഒരു തരത്തിൽ സമരം അവസാനിപ്പിച്ച് മുന്നോട്ട് അല്ലെങ്കിൽ തിരികെ പോകുവാൻ വേണ്ടി ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ്. തുടർന്ന് DME ആണ് ഇവിടെ എത്തിയത്. DMEയുമായി നടത്തിയ സംഭാഷണത്തിൽ ഇവർ ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന, ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന
സാഹചര്യമുണ്ടായി. ഒന്ന്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോഴും ഈ ശിവപ്രിയയുടെ മൃതദേഹം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ മൃതദേഹം RDOയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ചെയ്ത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ RDOയുടെ നേതൃത്വത്തിലായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാക്ഷിത്വത്തിലായിരിക്കണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. രണ്ട്, ഈ കുടുംബം അനാഥമാണ്. കാരണം ഈ കുടുംബത്തിന് വലിയ രീതിയിലൊരു വീടോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ശേഷിയുള്ള കുടുംബമല്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായും ഒപ്പം ഒരു സർക്കാർ ജോലി ഭർത്താവിനടക്കം നൽകിക്കൊണ്ടൊരു സഹായം, 2 കുട്ടികളാണ്, ഈ കുട്ടികൾക്കടക്കം വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന സഹായവും സർക്കാർ നൽകണമെന്നുള്ളൊരു ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയും ഒക്കെ തന്നെ ചില പ്രോട്ടോക്കോളുകൾ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നടപ്പിലായോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കണം എന്നുള്ളതാണ് ജില്ലാ തലത്തിലും ഒപ്പം സ്റ്റേറ്റ് തലത്തിലും ഇതിൽ അന്വേഷണം നടത്തണമെന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. DME ഇതെല്ലാം തന്നെ അംഗീകരിച്ചു, സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം പിൻവലിച്ച് പോയത്. യൂത്ത് കോൺഗ്രസ് ആകട്ടെ സൂപ്രണ്ടിനും DMEക്കും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി അയച്ചതിനു ശേഷം ഇവിടുന്ന് മടങ്ങുന്ന കാഴ്ചയും കണ്ടു. എന്തായാലും ബന്ധുക്കൾ ഉൾപ്പെടെ SIT ആശുപത്രിയിൽ നിന്ന് പോയിട്ടുണ്ട്. നാളെ ഈ മോർച്ചറിയിൽ എത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഏറ്റുവാങ്ങും എന്നുള്ള ഒരു കാര്യമാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും SITയുടെ ഭാഗത്ത് വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ഇവിടുത്തെ ഈ ലേബർ റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോളുകൾ പാലിച്ച് ശുചീകരണം നടത്തി തന്നെയാണ് ഇവിടെ ലേബർ റൂം പ്രവർത്തിക്കുന്നത്. ഒരു തരത്തിലും അതിന് സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും SIT അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ കൃത്യമായ അന്വേഷണം വേണം, പരിശോധന വേണം. എവിടെ നിന്നാണ് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയും തുടർന്ന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തത് എന്നുള്ളതാണ്. അതിൽ കൃത്യമായ അന്വേഷണം നടത്തും. ആരോഗ്യവകുപ്പ് മന്ത്രി എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ഉണ്ട്. SK. ഓക്കെ, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ ഹൃദ്രോഗിയായ കൊല്ലത്ത് പന്മനയിലെ വേണു മരിച്ച സംഭവത്തിൽ ആരോപണം തള്ളി അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് വന്നു. ചികിത്സാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നു എന്നാണ് പ്രാഥമികമായ കണ്ടെത്തൽ. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരാളും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ഭാര്യ സിന്ധു ഇന്ന് 24 പറഞ്ഞു. പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ വേണുവിന് നൽകിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. രേഖകൾ സഹിതം ഡോക്ടേഴ്സ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക നിഗമനം. ഹൃദയാഘാതം സംഭവിച്ച് 24 മണിക്കൂർ കഴിഞ്ഞാണ് രോഗിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ചികിത്സാ കാര്യങ്ങൾ യഥാസമയം ബന്ധുക്കളെ അറിയിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും. വേണു ഓഡിയോ സന്ദേശം അയക്കാനിടയായ സാഹചര്യം എന്താണെന്നും അന്വേഷിക്കും. വേണുവിന്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റു രോഗികളിൽ നിന്നുകൂടി വിവരം തേടും. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ആരും തങ്ങളെ വിളിച്ചിട്ടില്ലെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു 24 പറഞ്ഞു. അദ്ദേഹം പറഞ്ഞില്ല, നായ്ക്കളെ നോക്കുന്ന കണ്ണു അത് തന്നെയാണ് ഇപ്പൊ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരാരും ഇതുവരെ എന്നെ ഒന്നും വിളിച്ചു ചോദിച്ചില്ല. എന്നെയും എന്റെ മക്കളെയോ വിളിച്ചു ചോദിക്കാം ആരും ചെയ്തിട്ടില്ല. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമോ എന്ന കാര്യം DMEയുമായി ആലോചിച്ച് തീരുമാനിക്കും. വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനമുയർത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിശദീകരണം തേടിയേക്കും. 24 കൊല്ലം. മറ്റൊരു വാർത്തയിലേക്ക്. ഇപ്പോൾ വരുന്നൊരു വാർത്ത, കായലിലേക്ക് ഒരു യുവാവ് എടുത്തു ചാടി. കൊച്ചി കണ്ണങ്ങാട്ട് പാലത്ത് നിന്ന് കായലിലേക്ക് യുവാവ് എടുത്തു ചാടിയെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ യുവാവ് പോളിടെക്നിക് വിദ്യാർത്ഥിയാണെന്ന് പറയുന്നു. ഇടക്കൊച്ചി സ്വദേശി ശ്രീരാഗാണ് പാലത്ത് നിന്നും എടുത്ത് കായലിലേക്ക് ചാടിയിട്ടുള്ളത്. ഫയർഫോഴ്സ് ഇപ്പോൾ സ്ഥലത്ത് വന്ന് തെരച്ചിൽ തുടരുകയാണ്. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പാലക്കാട് അട്ടപ്പാടിയിൽ വീടിന്റെ ഭിത്തി ഇടിഞ്ഞ് സഹോദരങ്ങൾ മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നു. മക്കളെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിച്ചു. അപകടമുണ്ടായ ഉടൻ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് അമ്മ ദേവി പറയുന്നു. ആരോപണം പരിശോധിക്കുമെന്ന് മന്ത്രി MB രാജേഷ് വ്യക്തമാക്കി. സംഭവത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷവും രംഗത്ത് വന്നു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് കരുവാര ഉന്നതിയിലെ 4ഉം 7ഉം വയസ്സുള്ള ആദിക്കും അജനീഷിനും ജീവൻ നഷ്ടമായ അപകടം നടന്നത്. ഓടിക്കൂടിയ നാട്ടുകാരും ബന്ധുക്കളും സ്ഥലത്തെത്തിയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വാഹനം ലഭിച്ചില്ല. ഉന്നതിയിൽ നിന്നും ഇരുചക്ര വാഹനത്തിലാണ് കുട്ടികളെ കൽക്കണ്ടിയിലെ സ്വകാര്യ ക്ലിനിക്കിലെത്തിച്ചത്. കൃത്യസമയത്ത് വാഹനം ലഭ്യമായിരുന്നുവെങ്കിൽ ആശുപത്രിയിലെത്തിച്ച് ഒരു കുട്ടിയുടെയെങ്കിലും ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് അമ്മ ദേവി. പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ജീവനുണ്ടായിരിക്കും ഒരാളെങ്കിലും. പ്രൊമോട്ടറെയും പഞ്ചായത്ത് അംഗത്തെയും വിളിച്ചെങ്കിലും ലഭിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. ആംബുലൻസ് കൃത്യസമയത്ത് ലഭിച്ചില്ലെന്നാണ് SC/ST പ്രൊമോട്ടറുടെ വിശദീകരണം. അതിദാരിദ്ര്യമുക്ത കേരളം അവകാശപ്പെടുന്നവർ അട്ടപ്പാടിയിലേക്ക് പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. ഗവൺമെന്റ് പറയുന്നത് ഇപ്പോൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ്. നിങ്ങൾ അട്ടപ്പാടിയിലേക്കൊന്ന് പോയി കാണാൻ പറയാം മന്ത്രിമാരോട്.
കുടുംബത്തിന്റെ ആരോപണം പരിശോധിക്കുമെന്നാണ് മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം. അങ്ങനെ ഒരു പരാതി ബോധപൂർവ്വം എവിടെയെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യം പരിശോധിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സഹോദരങ്ങളുടെ മൃതദേഹം ഉന്നതിയോട് ചേർന്നുള്ള ശ്മശാനത്തിൽ സംസ്കരിച്ചു. 24 പാലക്കാട്. മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് കുറുമ്പാലക്കോട്ടയിൽ ദുരിതാവസ്ഥയിൽ കഴിയുന്ന ആദിവാസി കുടുംബത്തെക്കുറിച്ചുള്ള 24 വാർത്തയിൽ മന്ത്രി OR കേളു ഇടപെടുന്നു. കുടുംബത്തെ മാറ്റി പാർപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കൂരയിൽ 22 അംഗ കുടുംബം കഴിയുന്നുവെന്നായിരുന്നു 24 വാർത്ത. മനുഷ്യാവകാശ കമ്മീഷനും ഈ വാർത്തയിൽ ഇടപെട്ടു. 24 ബിഗ് ഇമ്പാക്ട്. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന വീട്ടിൽ കഴിയുന്നത് 22 പേരടങ്ങിയ ആദിവാസി കുടുംബമാണ്. ഇത് കുറുമ്പാലക്കോട്ട അമ്പലംകുന്ന് ഉന്നതി. അമ്പലംകുന്ന് ഉന്നതിയിലെ ചന്ദ്രന്റെ കുടുംബത്തിന് പ്രതീക്ഷ പകരുന്ന നിലപാടാണ് മന്ത്രി OR കേളു പങ്കുവച്ചത്. പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉന്നതിയിലേക്ക് അയക്കും. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. ഈ കാര്യങ്ങൾ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന മുറയ്ക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി ഏതായാലും സ്വീകരിക്കും. വീടിരിക്കുന്ന സ്ഥലം ദുരന്ത സാധ്യതാ പ്രദേശമായതിനാലും ഒന്നിൽ കൂടുതൽ കുടുംബങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നതിനാലും ചന്ദ്രന്റെ കുടുംബത്തിനും അനുകൂലമായ നിലപാട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 24 വാർത്തയെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരുന്നു. ഇതിനിടയിലാണ് ചന്ദ്രന്റെ കുടുംബത്തിന് പ്രതീക്ഷ പകരും വിധം മന്ത്രി OR കേളുവിന്റെ പ്രതികരണം കൂടി ലഭ്യമായിരിക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. കൊതുകുജന്യ രോഗങ്ങൾ ബാധിച്ച് കഴിഞ്ഞ 5 കൊല്ലത്തിനിടെ സംസ്ഥാനത്ത് 513 പേർ മരിച്ചുവെന്ന കണക്ക് വന്നിരിക്കുന്നു. ഡെങ്കിപ്പനി ബാധിച്ചാണ് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായത്. 432 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നു. മലേറിയ ബാധിച്ച് 16 പേരും ജപ്പാൻ ജ്വരം കൊണ്ട് 5 പേരും 5 കൊല്ലത്തിനിടെ മരിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസ്. കൊതുകുജന്യ രോഗങ്ങളായ മലേറിയ, ഡെങ്കിപ്പനി, ജപ്പാൻ ജ്വരം, ചിക്കുൻകുനിയ എന്നിവ ബാധിച്ച് സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ മരിച്ചത് 513 പേരെന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്ക്. 2020 ജനുവരി 1 മുതൽ 2025 നവംബർ 7 വരെയുള്ള കണക്കുകളാണിത്. ഇതിൽ 432 പേരും ഡെങ്കിപ്പനി ബാധിച്ചാണ് മരിച്ചതെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നു. പുറമെ 58 മരണങ്ങൾ ഡെങ്കിപ്പനി മൂലമെന്ന് സംശയിക്കുകയും ചെയ്യുന്നു. മലേറിയ ബാധിച്ച് 16 പേരും ജപ്പാൻ ജ്വരം ബാധിച്ച് 5 പേരും ചിക്കുൻകുനിയ ബാധിച്ച് 2 പേരും ഇക്കാലയളവിൽ മരിച്ചു. എറണാകുളം ജില്ലയിലാണ് കൊതുകുജന്യ രോഗങ്ങളാലുള്ള മരണങ്ങൾ കൂടുതൽ. 5 വർഷത്തിനിടെ ഡെങ്കിപ്പനി ബാധിച്ച് 108 പേരും മലേറിയ ബാധിച്ച് 2 പേരും എറണാകുളത്ത് മരിച്ചു. കൊല്ലത്ത് 84, പാലക്കാട് 57, തൃശൂരിൽ 53, തിരുവനന്തപുരത്ത് 49 പേരും ഡെങ്കിപ്പനി ബാധിച്ച് ഇക്കാലയളവിൽ മരിച്ചു. ഇടുക്കിയിൽ 6ഉം കൊല്ലത്ത് 3ഉം മലേറിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊതുകുജന്യ രോഗങ്ങളാൽ മരണപ്പെടുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിനും അത്തരം സംഭവങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിനും വേണ്ടി ആരോഗ്യവകുപ്പ് കർശന നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. 2023 ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി മരണങ്ങൾ ഉണ്ടായത്. 2023 സംസ്ഥാനത്ത് 165 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചു. 2024 141 ഡെങ്കിപ്പനി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇക്കൊല്ലം ഇതുവരെ 44 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. 18 മരണം ഡെങ്കിപ്പനി മൂലമെന്ന് സംശയിക്കുകയും ചെയ്യുന്നു. മലേറിയ ബാധിച്ച് ഇക്കൊല്ലം റിപ്പോർട്ട് ചെയ്തത് 2 മരണം. കൊതുകുജന്യ രോഗങ്ങൾ തടയുന്നതിന് സംസ്ഥാനം നിലവിൽ തുടർന്നു പോരുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ടെന്ന് ഈ കണക്കുകൾ തെളിയിക്കുന്നു. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ നാളെ മുതൽ പണിമുടക്കുകയാണ്. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുടെ നികുതി പിരിവിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. വലിയ നികുതിയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടുള്ള ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ നാളെ മുതൽ ഓടില്ല എന്നാണ് തീരുമാനം. സാമ്പത്തിക നഷ്ടം സഹിക്കാൻ കഴിയുന്നില്ലെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. കേരളത്തിൽ നിന്നും കേരളത്തിലേക്കുമുള്ള അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ, വിശിഷ്യ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് അടക്കമുള്ള വാഹനങ്ങൾ നാളെ മുതൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് വാഹന ഉടമകളുള്ളത്. കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനത്തിന് ഓരോ സംസ്ഥാനത്തിനും നികുതി അടക്കേണ്ടതില്ല എന്ന വ്യവസ്ഥകൾ പ്രകാരമാണ് ഇത്തരത്തിലൊരു പെർമിറ്റ് എടുത്തുകൊണ്ട് വാഹന ഉടമകൾ കേരളത്തിൽ സർവീസ് ആരംഭിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കർണാടകത്തിലും ടാക്സ് വാങ്ങിക്കുന്ന അവസ്ഥയുണ്ട്. ഈ വിഷയങ്ങൾ അടിയന്തരമായിട്ട് ഗതാഗത മന്ത്രി തലങ്ങളിൽ ചർച്ച നടത്തി പരിഹാരം കാണാത്ത പക്ഷം വാഹനം നിരത്തിലിറക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഞങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വണ്ടിക്കാരാണ്. ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത് കേരളത്തിൽ ബർത്തിന് 3000 രൂപയും സീറ്റിന് 2000 രൂപയും പിന്നെ ഓൾ ഇന്ത്യ ടാക്സ് ആയ 90,000 രൂപയും അടച്ച് ഓടുന്ന വണ്ടിക്കാരാണ്. അപ്പോൾ നിരന്തരമായി തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നും ടാക്സ് ഇനത്തിൽ നമ്മളെ കുത്തിക്കൊലയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ഭീമമായ തുക
യുടെ പുറത്താണ് ഞങ്ങൾ ഈ വണ്ടികളൊക്കെ ഓടിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ടാക്സ് ഇതിൽ അടിച്ച് ഏർപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഇത് കൊണ്ടു നടക്കാൻ പറ്റില്ലാത്ത സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്ന് ബിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. നാളെ മുതൽ ഈ അന്തർ സംസ്ഥാന റൂട്ടുകളൊക്കെ അവസാനിപ്പിക്കുകയാണെങ്കിൽ യാത്രക്കാർക്ക് വല്ലാത്ത ദുരിതമായിരിക്കും. കാരണം കൂടുതലും ഇത്തരം സർവീസുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരും ബാംഗ്ലൂരിലേക്ക് പോകുന്ന കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ, ചെന്നൈയിലേക്കും ഹൈദരാബാദിലേക്കും. അവരൊക്കെ വല്ലാതെ വലയാനുള്ള സാധ്യതയുണ്ടല്ലോ. പാരലായിട്ട് എന്ത് അറേഞ്ച്മെൻ്റ് ആണ് ചെയ്യാൻ കഴിയുക? അതേ SKN, വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും പോകുന്ന ഈ പറഞ്ഞ പോലുള്ള യാത്രക്കാരെ സംബന്ധിച്ച് മറ്റെന്ത് പോംവഴി എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കാരണം ട്രെയിനിലൊക്കെ ടിക്കറ്റ് പോലും കിട്ടാത്ത അത്രയും ഒരു പ്രശ്നം ആ വഴിക്കും നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ നാളെ മുതൽ പണിമുടക്കുന്നു എന്നുള്ള വിവരം അറിയിച്ചിരിക്കുന്നത്. അത് വൈകിട്ട് 6 മണി മുതലാണ് നാളെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം അന്യായമായ നികുതി, ഒപ്പം തന്നെ വലിയ തുക പിഴ ഈടാക്കുന്നു, അവിടെ നിന്നും വണ്ടികൾ സീസ് ചെയ്തെടുക്കുന്നു തുടങ്ങിയിട്ടുള്ള ഇവർ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഈ നികുതി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട രമ്യതയിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഏകദേശം 1 വർഷത്തോളമായി തമിഴ്നാട്ടിൽ നിന്ന് ഇത്തരത്തിൽ നികുതി വാങ്ങുന്നുണ്ട്. ഇവരെല്ലാം തന്നെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്തതാണ്. അതിനു പുറമെ സംസ്ഥാനത്തിന്റെ നികുതി ഏത് തരത്തിൽ വരും എന്നുള്ളതാണ്. അങ്ങനെ നികുതി വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഏത് മാനദണ്ഡം, ഏത് ചട്ടപ്രകാരമാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഈ ടൂറിസ്റ്റ് ബസ്സിന്റെ ഉടമകളൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ അത് കർണാടകയിൽ നിന്നും വാങ്ങുന്നു. അപ്പോൾ ഇത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് വണ്ടി സീസ് ചെയ്തെടുക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കർണാടകയും തമിഴ്നാടിന്റെയും ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ നിർത്തുന്നത്. കേരളത്തിൽ ഏകദേശം 400ഓളം ടൂറിസ്റ്റ് ബസ്സുകളാണ് ഇത്തരത്തിൽ അന്തർ സംസ്ഥാന ആയിട്ട് ഓടുന്നത്. അതാണിപ്പോൾ നിർത്തിവെക്കുന്നത്. അങ്ങനെയെങ്കിൽ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ബസ്സുകളിൽ നിന്നും കഴിഞ്ഞ ദിവസം മുതൽ ഇത്തരത്തിൽ ടാക്സ് ഈടാക്കാൻ ഒരു തീരുമാനമുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു നടപടി ഉണ്ടായതുകൊണ്ട് തന്നെ അവരും ഈ ഒരു ആലോചനയിലാണ്. അവിടെ നിന്നും ഇങ്ങോട്ടേക്കും ബസ് വരേണ്ടതില്ല എന്നുള്ളൊരു ആലോചനയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലായിരിക്കും ഈ യാത്രയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗതാഗത മന്ത്രാലയം, ഒപ്പം തന്നെ ഈ സംസ്ഥാന ഗതാഗത മന്ത്രിമാരൊക്കെ തമ്മിൽ ഒരു ചർച്ച ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് വേണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. SKN, ഇനി ഞാൻ കാര്യവട്ടം സർവകലാശാല കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. കേരള സർവകലാശാല ഗവേഷണ വിദ്യാർത്ഥിയുടെ ജാതി അധിക്ഷേപ പരാതിയിൽ സംസ്കൃത വിഭാഗം മേധാവി CN വിജയകുമാരിക്കെതിരെ പോലീസ് കേസെടുത്തു. ഡീനിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 2015 MPhil പ്രവേശിച്ചത് മുതൽ ജാതി അധിക്ഷേപം നേരിട്ടെന്നാണ് വിദ്യാർത്ഥിയായ ബിപിൻ വിജയൻ പറയുന്നത്. ജാതി അധിക്ഷേപ പരാതിയിൽ ഇന്നലെ പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേരള സർവകലാശാല ഡീൻ വിജയകുമാരിക്കെതിരെ SC/ST അതിക്രമം തടയൽ നിയമപ്രകാരമാണ് കേസെടുത്തത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് ഉടൻ കടക്കില്ല. 2015 MPhil പ്രവേശനത്തിനായി കാര്യവട്ടം ക്യാമ്പസിൽ വിപിൻ വിജയൻ എത്തുന്നത്. അന്നു മുതൽ ജാതീയമായി അധിക്ഷേപിച്ചു. താൻ ഡീൻ വിജയകുമാരിയുടെ ക്യാബിനിൽ കയറിയതിന് ശുദ്ധികലശം നടത്തിയെന്നും വിപിൻ വിജയൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. വിപിന് സംസ്കൃതം അറിയില്ലെന്നും PhD നൽകരുതെന്നും കാണിച്ച് സർവകലാശാല വൈസ് ചാൻസലർക്ക് വിജയകുമാരി പരാതി നൽകിയിരുന്നു. ഇതിൽ സർവകലാശാല അന്വേഷണം തുടരുന്നുണ്ട്. 24 തിരുവനന്തപുരം. CPI നേതാവ് മുൻ വനമന്ത്രിയുമായ K. രാജു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാകും. അഞ്ചലേരൂർ സ്വദേശിയാണ്. 3 തവണ പുല്ലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് പുതിയ ഭരണസമിതിയെ നിയോഗിച്ച് ഉത്തരവിറക്കും. 24 ബ്രേക്കിംഗ്. CPI അവൈലബിൾ സെക്രട്ടേറിയറ്റിലാണ് മുൻ മന്ത്രി K. രാജുവിനെ ദേവസ്വം ബോർഡ് പ്രതിനിധിയായി തെരഞ്ഞെടുത്തത്. വിളപ്പിൽ രാധാകൃഷ്ണനെയാണ് CPI പ്രതിനിധിയായി മുൻപ് തീരുമാനിച്ചിരുന്നത്. K. ജയകുമാർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതോടെ സാമുദായിക സമവാക്യങ്ങൾ കണക്കിലെടുത്താണ് രാധാകൃഷ്ണനെ ഒഴിവാക്കി രാജുവിനെ നിയമിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായ വിവാദങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ശബരിമല ഉന്നതാധികാര സമിതി മുൻ അധ്യക്ഷൻ കൂടിയായ ജയകുമാറിന് കഴിയുമെന്നാണ് പ്രതീക്ഷ. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ഈ മാസം 12 അവസാനിക്കാനിരിക്കെ പുതിയ ബോർഡ് അംഗങ്ങളുടെ നിയമന ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. 24 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതി മരവിപ്പിച്ചതിൽ കേന്ദ്രത്തിന് ഇതുവരെ കത്ത് നൽകിയിട്ടില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി പറയുന്നു. കത്ത് നൽകുന്നതിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നാളെ ഡൽഹിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഈ PM ശ്രീ പദ്ധതി ചർച്ചയാകില്ലെന്നാണ് മന്ത്രി പറയുന്നത്. PM ശ്രീ പദ്ധതി മരവിപ്പിച്ചെങ്കിലും അക്കാര്യം ഇതുവരെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തെ അറിയിച്ചിട്ടില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പ്രതികരിച്ചത്.
ഇതിനായി കേന്ദ്രത്തിന് കൈമാറാനുള്ള കത്തുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നെന്ന് വി ശിവൻകുട്ടി. ഒരു നടപടിക്രമം ഉണ്ടല്ലോ. നടപടിക്രമം ചിലപ്പോൾ ക്യാബിനറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനൊരു കത്ത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഗവൺമെന്റ് ഉത്തരവിറങ്ങണം. അത് നിയമപരമായി അഡ്വക്കേറ്റ് ജനറൽ പരിശോധിക്കണം. അങ്ങനെയൊക്കെയുള്ള നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയിൽ സർക്കാർ രൂപീകരിച്ച ഉപസമിതിയുടെ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കും. PM ശ്രീ ധാരണാപത്രത്തിലെ ഉപാധികളിൽ നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി. ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇതിൽ PM ശ്രീ പഠിക്കുന്നതിന് വേണ്ടി. ആ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ഒരു അവസാന തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കും. നാളെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ PM ശ്രീ പദ്ധതി ചർച്ച ചെയ്യില്ല. PM ശ്രീയിൽ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ സംസ്ഥാനത്ത് നേരത്തെ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും SSK ഫണ്ട് വാങ്ങിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. 24 ഡൽഹി. ശ്രീരാജ് കാലിക്കറ്റ് കമന്റ് ബോക്സിൽ കുറിക്കുന്ന കമന്റ് SK ആ ടാബിൽ എന്താണ്? ഇത് തന്നെ ടാബിൽ. അപ്പോൾ ഞങ്ങളുടെ കമൻറ്റുകളാണോ? പറയൂ, എന്ത് രഹസ്യമാണത്? കമൻറ്റുകൾ തന്നെയാണ്. നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ നോക്കിയായിരുന്നു. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ എല്ലാ കമൻറ്റുകളും നമുക്ക് വായിക്കാൻ സമയപരിമിതി ഉണ്ടെങ്കിലും, പ്രത്യേകിച്ച് പ്രൈം ടൈമിൽ വായിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ പറയുന്ന ആശയങ്ങൾ ഞാൻ നോക്കാറുണ്ട്. അതിലെ നല്ല കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളാറുമുണ്ട്. അതിനനുസരിച്ച് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കമൻറ്റുകൾ നിങ്ങൾ അയക്കുക കേട്ടോ, തീർച്ചയായിട്ടും. സംഘർഷത്തെ തുടർന്ന് അടച്ച കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇന്ന് തുറന്നു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പോലീസ് സംരക്ഷണയോടെയാണ് പ്ലാന്റ് ഇന്നലെ മുതൽ പ്രവർത്തനം തുടങ്ങിയത്. പ്ലാന്റിനെതിരെ സമരം ശക്തമാക്കാനാണ് പക്ഷേ ജനകീയ സമരസമിതിയുടെ തീരുമാനം. കഴിഞ്ഞ മാസം 21-നായിരുന്നു ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വൻ സംഘർഷമുണ്ടായത്. ഇതിന് പിന്നാലെ പ്ലാന്റ് അടച്ചു. ഫ്രഷ് കട്ട് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് പോലീസ് സുരക്ഷയിൽ തുറക്കാൻ അനുമതി. ഇന്നലെ മുതൽ പ്ലാന്റ് നോർമൽ രീതിയിലേക്ക് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 20 ടണ്ണാണ് ഞങ്ങൾക്ക് കപ്പാസിറ്റി ഇപ്പം അനുവദിച്ചു തന്നിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് സംസ്കരിക്കുന്നത്. അതേസമയം ഇന്നലെ ദുർഗന്ധം അനുഭവപ്പെട്ടതായും ജില്ലാ കളക്ടർ ഒരു ദിവസമെങ്കിലും ഇവിടെ വന്ന് സ്ഥിതി മനസ്സിലാക്കണമെന്നും വീട്ടമ്മമാർ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ ജീവിക്കാൻ കഴിയൂല. ഈ മക്കളൊക്കെ അങ്ങനെ എന്നും സൂക്കാടാ. കൊല്ലട്ടെ, ജീവിക്കുന്നേക്കാൾ നല്ല കൊല്ലുന്നല്ലേ. സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ഈ ബഹുജനങ്ങളെ മുൻനിർത്തി ഞങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിൽ ഗാർഡിയൻ സമരത്തിൽ തന്നെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഇതിനിടെ ഫ്രഷ് കട്ട് ഫാക്ടറിക്കെതിരായ സമരത്തിൽ ആദ്യകാലം മുതൽ സജീവമായിരുന്ന കരിമ്പാലക്കുന്ന് ആറുവിരലിൽ മുഹമ്മദ് അന്തരിച്ചു. ഫാക്ടറിയിൽ നിന്നുള്ള ദുർഗന്ധത്തെ തുടർന്ന് ശ്വാസതടസ്സം നേരിടുന്നതിനാൽ ഓക്സിജൻ മാസ്കോടുകൂടിയായിരുന്നു മുഹമ്മദ് ജീവിച്ചിരുന്നത്. 24 കോഴിക്കോട്. മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം കീഴുപറമ്പ് പഞ്ചായത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ പിരിച്ച യൂസർ ഫീസിനെ ചൊല്ലി വിവാദമുണ്ടായിരിക്കുന്നു. മാലിന്യം ശേഖരിച്ചതിനുള്ള തുക ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചില്ല എന്ന പരാതിയുമായി അംഗങ്ങൾ രംഗത്ത് വന്നു. 10 ലക്ഷത്തിലധികം രൂപ നിക്ഷേപിക്കാനുണ്ടെന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. കീഴുപറമ്പ് പഞ്ചായത്തിലെ 14 വാർഡുകളിലെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും മാലിന്യം ശേഖരിച്ചതിന്റെ യൂസർ ഫീസ് അടച്ചില്ലെന്നാണ് ആരോപണം. വാർഡുകളിൽ നിന്നും മാത്രം ഒരു മാസം 1,90,000-ലധികം രൂപ കിട്ടുന്നുണ്ട്. കടകളിൽ നിന്ന് 25,000-ഓളം രൂപയും. 2023 മുതൽ കൃത്യമായി മുഴുവൻ തുകയും ബാങ്കിൽ നിക്ഷേപിച്ചില്ലെന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾ പറയുന്നു. അംഗങ്ങൾക്ക് ശമ്പളം കൊടുത്തതിന്റെ ബാക്കി തുക ബാങ്കിൽ ഇല്ലെന്നാണ് പരാതി. സേനാംഗങ്ങളുടെ വരുമാനത്തിൽ നിന്ന് പിടിച്ച കോർപ്പസ് ഫണ്ടും അക്കൗണ്ടിൽ കാണാനില്ല. ഞങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ട പൈസ ഞങ്ങൾക്ക് ഏത് വൈക്കാ പോയത് വെച്ചാൽ ഞങ്ങൾ തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് കിട്ടണം. അതിലേതറ്റം വരെ പോയിച്ചാൽ ഞങ്ങൾ ഈ ഹരിതകർമ്മസേന ഫുൾ ആൾക്കാരും പോവും. അപ്പോൾ എങ്ങനായാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് ഇത് തിരിച്ച് കിട്ടണം. ശമ്പളം മുടങ്ങിയതോടെയാണ് അംഗങ്ങൾക്ക് സംശയമായത്. ശമ്പളം കിട്ടിയിട്ടില്ല. ഒരാൾ ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെ ആ മാസത്തെ ഞങ്ങൾ ഉണ്ടായ കളക്ഷൻ പോലും ആ മാസത്തെ അതിലില്ല. ഈ ആശ്രയിലെ പൈസ അതിലുണ്ട്. 1,04,000 രൂപ വന്നിട്ടുണ്ട്, അക്കൗണ്ടിൽ പോയിട്ടുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞു. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിരിച്ച പണം നിക്ഷേപിക്കുന്നതിൽ ഹരിതകർമ്മസേന ഭാരവാഹികൾക്ക് വീഴ്ച പറ്റിയെന്ന് അംഗങ്ങൾ ആരോപിക്കുന്നു. ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 24 മലപ്പുറം. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിൽ കുട്ടികളെ കൊണ്ട് RSS ഗണഗീതം പാടിച്ചതിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഗണഗീതം പാടിച്ചതിനെ ഭരണപക്ഷവും പ്രതിപക്ഷവും വിമർശിച്ചപ്പോൾ ന്യായീകരണവുമായി BJP നേതൃത്വം രംഗത്ത് വന്നു. ദക്ഷിണ റെയിൽവേയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞത്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ എളമക്കര സരസ്വതി വിദ്യാനികേതൻ വിദ്യാർത്ഥികൾ ഗണഗീതം പാടുകയും ഇത് റെയിൽവേ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്തതിലുമാണ് അന്വേഷണം. അടിയന്തര റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചു. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ സ്കൂളിന്റെ NOC പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്നും
വി ശിവൻകുട്ടി മുന്നറിയിപ്പ് നൽകി. അല്ലെങ്കിൽ വിദ്യാലയം ആരംഭിക്കുന്നതിന് NOC കൊടുക്കേണ്ടത് അതാത് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളാണ്. കണ്ടീഷൻസ് ലംഘിച്ചാൽ NOC പിൻവലിക്കാൻ വരെയുള്ള അധികാരാവകാശങ്ങൾ കേരള വിദ്യാഭ്യാസ നിയമത്തിലും ദേശീയ വിദ്യാഭ്യാസ നിയമത്തിലും പറയുന്നുണ്ട്. റെയിൽവേ RSSന്റെ തറവാട്ട് വകയല്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. റെയിൽവേ എന്ന് പറയുന്നത് RSSന്റെ തറവാട്ട് വകയല്ല എന്നാണ് ഞാൻ FBയിൽ എഴുതിയത്. അത് തന്നെയാണ് എനിക്ക് ആവർത്തിക്കാനുള്ളത്. റെയിൽവേയുടെ നടപടി നിഷ്കളങ്കമായി കാണാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. റെയിൽവേ ആദ്യം അത് Xൽ നിന്ന് മാറ്റി വീണ്ടും Xൽ വെച്ചിരിക്കുക. അപ്പോൾ അത് സമ്മർദ്ദം കൊണ്ടാണ്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയവൽക്കരണം ഈ സർക്കാർ ചെലവിൽ നാട്ടുകാരുടെ ചെലവിൽ നടക്കില്ല. ഗണഗീതം ദേശഭക്തിയുടെ ഭാഗമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ആഘോഷത്തിന്റെ ഭാഗമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കി. ഇതിനെന്താണ് കുഴപ്പം? ഇതിലും കൂടുതൽ RSകാർ പാടുന്ന വന്ദേമാതരാണ്. അത് പാർലമെന്റിൽ പാടുന്നില്ലേ? ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആഘോഷമാണ് അവർക്ക് അന്നേരം. അതാണ് തോന്നിയത്, അത് അവർ ചെയ്തു. അത് തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ. ട്രെയിനിൽ പാടിയത് ദേശഭക്തി ഗാനമെന്ന് എളമക്കര സരസ്വതി വിദ്യാനികേതൻ പ്രിൻസിപ്പൽ ഡിൻഡോ KP 24നോട് പറഞ്ഞു. റെയിൽവേ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർ പറഞ്ഞിട്ടോ ഒന്നുമല്ല. ഇത് ദേശഭക്തി ഗാനം എന്നുള്ള നിലയ്ക്ക് ചൊല്ലുന്നതാണത്. കുട്ടികളുടെ ഗണഗീതം വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ NS നുസൂർ രംഗത്തെത്തി. RSSന് എന്തിനാണ് ഈ ഗാനം തീരെഴുതുന്നത് എന്നാണ് നുസൂറിന്റെ ചോദ്യം. ഈ പോസ്റ്റ് BJP നേതാവ് K സുരേന്ദ്രൻ ഷെയർ ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. അലി അക്ബർ പറഞ്ഞ SKN കമന്റ് വായിച്ചില്ലെങ്കിലും ഞാൻ അയച്ചുകൊണ്ടേയിരിക്കും. വായിക്കുന്നത് താങ്കളുടെ ഇഷ്ടം, അയക്കുന്നത് എൻ്റെയും. കറക്റ്റ് സ്റ്റാൻഡാ. വിസ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന യുവതികളുടെ പരാതിയിൽ യുവാവ് പോലീസ് പിടിയിലായി. കോഴിക്കോട് കൂരാച്ചുണ്ട് സ്വദേശി ആൽബിൻ P ജെയിംസിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. കോട്ടയം സ്വദേശികളായ യുവതികളുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. നിഖിൽ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയും വിശദാംശങ്ങൾ. ഇയാൾ ചെയ്ത ഒരു കൃത്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വിദേശത്ത് ജോലിയും അതോടൊപ്പം തന്നെ ഉപരിപഠനത്തിനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് യുവതികളെ പറ്റിച്ചു എന്നുള്ള പരാതിന്മേലാണ് ഇപ്പോൾ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിരവധി പേരെ ഇത്തരത്തിൽ കബളിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരോട് വിദേശത്ത് നിങ്ങൾക്ക് ജോലി വാങ്ങിത്തരാം, അതോടൊപ്പം തന്നെ അവിടെ ഉപരിപഠനത്തിനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് അറിയിച്ചിരുന്നത്. കൂരാച്ചുണ്ട് കാളങ്ങാലി പുതുപ്പറമ്പിൽ ആൽബിൻ P ജെയിംസ് എന്ന 35-കാരനാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പിടിയിലായിട്ടുള്ളത്. അംഗീകൃത റിക്രൂട്ടിംഗ് സ്ഥാപനം നടത്തി വരികയാണെന്നും കുറഞ്ഞ ചെലവിൽ വിദേശത്തെ ജോലിക്കും പഠനത്തിനുമുള്ള വിസ നൽകാമെന്നും പരസ്യം നൽകിയായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇത് കണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇയാളെ ബന്ധപ്പെടുകയും ജോലി ആവശ്യപ്പെടുകയും അവർ ലക്ഷങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ 2 പേരുടെ പരാതി, കോട്ടയം സ്വദേശികളായ 2 പേരുടെ പരാതിയിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിട്ടുള്ളത്. കൂടുതൽ പേരുടെ പരാതികൾ ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ അന്വേഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ കൂടി ആൾക്കെതിരെ ചേർക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്ന കാര്യം. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രമുഖരെ കളത്തിലിറക്കി BJP. മുൻ DGP R ശ്രീലേഖയും പത്മിനി തോമസും ഉൾപ്പെട്ട ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് BDJSന്റെ തീരുമാനം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 67 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഒന്നാം ഘട്ടത്തിൽ BJP പ്രഖ്യാപിച്ചത്. മുൻ DGP R ശ്രീലേഖ ശാസ്തമംഗലത്ത് ജനവിധി തേടും. പത്മിനി തോമസും തമ്പാനൂർ സതീഷും BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു. ശാസ്തമംഗലം R ശ്രീലേഖ, കൊടുങ്ങന്നൂർ VV രാജേഷ്, പാളയം പത്മിനി തോമസ്, തമ്പാനൂർ സതീഷ്, പേട്ട P അശോക് കുമാർജി, നേമം MR ഗോപൻ, കരമന അജിത്, കരുമം ആശാനാഥ് GS. കവടിയാറിൽ ശബരിനാഥന് എതിരെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന VV രാജേഷ് കൊടുങ്ങാനൂരിൽ മത്സരിക്കും. എല്ലാ വാർഡും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. പൂജപ്പുര വാർഡ് വനിതാ വാർഡായി. എന്തായാലും തിരുവനന്തപുരത്ത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെത്തും. സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് BDJS തീരുമാനം. BJP ജില്ലാ നേതൃത്വം മുന്നണി മര്യാദ പാലിച്ചില്ലെന്ന് BDJS ജില്ലാ പ്രസിഡന്റ് D പ്രേംരാജ് 24നോട് പറഞ്ഞു. ഈ ഒരു മുന്നണി സംവിധാനം എന്ന് പറയുമ്പോൾ തുല്യ പ്രാധാന്യം കൊടുക്കണം. ഒരു മുന്നണി സംവിധാനത്തിന്റെ ഒരു മര്യാദ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് ഒരാളാണെങ്കിൽ അവർ മുന്നണി സ്വീകരിച്ചു, ഇല്ലെങ്കിൽ സ്വീകരിക്കരുത്. കവടിയാറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. സിറ്റിംഗ് കൗൺസിലർമാരിൽ ഭൂരിഭാഗവും മത്സരരംഗത്തുണ്ട്. MR ഗോപൻ നേമത്തും കരമന അജിത് കരമനയിലും ജനവിധി തേടും. 24 തിരുവനന്തപുരം. സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥി മുൻ DGP R ശ്രീലേഖ.
വികസനമാണ് തന്റെ ലക്ഷ്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കുമെന്നും ആർ ശ്രീലേഖ പ്രതീക്ഷ പ്രകടിപ്പിച്ചു 24-നോട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ പ്രമുഖരെ രംഗത്തിറക്കുകയാണ് BJP. അതിൽ മുൻ IPS ഉദ്യോഗസ്ഥ അതുപോലെ തന്നെ DGP ആയിട്ടുള്ള ആർ ശ്രീലേഖയുണ്ട്. ഒരു വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. വലുതെന്ന് പറയാൻ പറ്റില്ല, ഒരു ഉത്തരവാദിത്വം. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ഒരു ഇതിലെടുക്കുന്നു, ഒരു റെസ്പോൺസിബിലിറ്റിയിലെടുക്കുന്നു. ആ ഒരു റെസ്പോൺസിബിലിറ്റി ഹാസ് ടു ടേക്ക് ഓവർ ബൈ. അത് എടുക്കണമല്ലോ. പ്രതീക്ഷിച്ചിരുന്നു സ്ഥാനാർത്ഥിത്വം? പ്രതീക്ഷിച്ചിരുന്നു? ഒട്ടുമില്ല. കാരണം എനിക്കൊരു ഔദ്യോഗിക പദവി തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഉപാധ്യക്ഷ എന്നുള്ള, പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ എന്നുള്ള ഔദ്യോഗിക പദവി തന്ന സ്ഥിതിക്ക് ഞാൻ ഇങ്ങനെ ഒരു വാർഡിൽ മത്സരിക്കണം എന്ന് പറയുന്ന ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ശാസ്തമംഗലത്താണ് മത്സരിക്കുന്നത്. നിലവിൽ വാർഡിലെ സാഹചര്യം എന്താണ്? വളരെ നല്ലതാണ്, പോസിറ്റീവ് സാഹചര്യമാണ് ഉള്ളത്. പിന്നെ ശാസ്തമംഗലം എനിക്ക് പരിചയമുള്ള സ്ഥലമാണ്. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. തൊട്ടടുത്ത് വൈദക്കാട് ഈശ്വരൽസൺ റോഡിലാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരുപാട് പേരെ അറിയാം. എനിക്ക് ഇവിടുത്തെ പൾസ് അറിയാം, ഇവിടുത്തെ ആളുകളെ അറിയാം. വിജയപ്രതീക്ഷയിൽ തന്നെയാണ്? ഓഫ് കോഴ്സ്, ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും. വിജയിച്ച് കയറിയാൽ മണ്ഡലത്തിൽ ആദ്യം എന്ത് നടപ്പിലാക്കുന്ന വെച്ചാൽ എന്താണ് അതിന് ഉത്തരം? അത് വരട്ടെ. മണ്ഡലത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കും. എന്തൊക്കെയാണ് കുറവുകളുള്ളത്, ഏതൊക്കെയാണ് മാറേണ്ടത്, അതെല്ലാം മാറ്റും. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ BJPക്കുള്ളതാണെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും, 100% ഉറപ്പ്. എന്തായാലും ആ ശ്രീലേഖയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാമെന്ന് BJPയും പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ഓക്കെ, എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗം കുറച്ചുകൂടെ സജീവമാകുകയാണ്, സംഘർഷഭരിതമാകാനും സാധ്യതയുണ്ട്. ബീഹാറിൽ 2ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. നുഴഞ്ഞുകയറ്റക്കാർക്കുള്ള ഇടനാഴി സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അമിത്ഷാ ആരോപിച്ചു. അംബാനിക്കും അദാനിക്കും വേണ്ടിയാണ് നിതീഷ് കുമാറും നരേന്ദ്രമോദിയും പ്രവർത്തിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ബീഹാർ മറ്റന്നാൾ 2ാം ഘട്ട ജനവിധി എഴുതും. വികസന ഇടനാഴിയല്ല, നുഴഞ്ഞുകയറ്റ ഇടനാഴിയാണ് കോൺഗ്രസ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെരഞ്ഞെടുപ്പ് റാലിയിൽ വിമർശിച്ചു. ജംഗൽ രാജ് ആയാ താ യാ നഹീ ആയാ താ, നക്സൽവാദ് ആയാ താ യാ നഹീ ആയാ താ, तो NDA आता है तो रोड, रास्ता, पुल, पुलिया, बिजली, कॉलेज, अस्पताल बनते हैं. വോട്ടുകൊള്ള തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളിലൊന്നാണെന്നും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയത് വോട്ടുകൊള്ള മറച്ചുപിടിക്കാനാണെന്നും രാഹുൽ ഗാന്ധി. കൂടുതൽ തെളിവുകൾ പിന്നാലെ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു. 122 മണ്ഡലങ്ങളിലേക്കാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. 24 ബീഹാർ. കൂടുതൽ വിവരങ്ങളുമായി ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുകയാണ്. പരസ്യപ്രചാരണം അവസാനിക്കുകയാണ്. നാളെ നിശബ്ദ പ്രചാരണം, മറ്റന്നാളാണ് വിധിയെഴുത്ത്. വിവരങ്ങൾ പറയൂ. അങ്ങനെ പ്രചാരണമൊക്കെ അവസാനിക്കുകയാണ്. പരസ്യപ്രചാരണം പൂർണ്ണമായി തന്നെ അവസാനിച്ചു. ഇനിയിപ്പോൾ നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിനമാണ്. 122 മണ്ഡലങ്ങളിലേക്കുള്ള ജനവിധിയാണ് 2ാം ഘട്ടത്തിൽ എഴുതാൻ വേണ്ടി പോകുന്നത്. 1ാം ഘട്ടത്തിൽ നമ്മൾ കണ്ടത് ചരിത്രപരമായ ഒരു പോളിംഗ് ആയിരുന്നു. 65% മുകളിലേക്ക് പോളിംഗ് വന്നത് മുന്നണികളെ വലിയ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ കൂടുതൽ കണക്കുകൾ വന്നപ്പോൾ NDA ക്യാമ്പിൽ കുറച്ച് ആത്മവിശ്വാസം അധികമായി കാണുന്നുണ്ട്. കാരണം സ്ത്രീ വോട്ടർമാർ പുരുഷന്മാരെക്കാൾ കൂടുതലായി 1ാം ഘട്ടത്തിൽ വോട്ട് ചെയ്തു എന്ന കണക്കുകളാണ് ഇപ്പോൾ വരുന്നത്. 18 ജില്ലകളിലാണ് 1ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ പട്ന ഒഴികെയുള്ള ജില്ലകളിലൊക്കെ തന്നെ സ്ത്രീ വോട്ടർമാർ പുരുഷന്മാരെക്കാൾ കൂടുതൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി എന്നൊരു കണക്കാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സ്ത്രീകൾക്ക് ഗുണകരമാവുന്ന ചില പദ്ധതികൾ, അവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്ന തരത്തിലുള്ള പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് നിതീഷ് കുമാറിന് ആ തരത്തിലൊരു ഇമേജ് ഒരു പക്ഷേ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാനൊക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ളൊരു ഇമേജ് സംസ്ഥാനത്ത് ഉണ്ട്. അത് ഒരു ഈ NDA ക്യാമ്പിന് വലിയ ഗുണം ചെയ്തു എന്നൊരു കണക്കുകൂട്ടൽ അവർക്കുണ്ട്. അതേസമയം മറുവശത്ത് കോൺഗ്രസ് അടങ്ങുന്ന മഹാസഖ്യം വലിയ ആത്മവിശ്വാസം കൈവിടുന്നില്ല. കാരണം 5% കൂടുതൽ പോളിംഗ് ഉയർന്നാൽ അവിടെ അത് ഭരണവിരുദ്ധ വികാരമായി മാറും എന്നതാണ് സംസ്ഥാനത്തിന്റെ ഒരു ചരിത്രം. അതുകൊണ്ട് ആ തരത്തിൽ ഉയർന്ന പോളിംഗ് ശതമാനത്തിന്റെ മഹാസഖ്യവും കാണുന്നുണ്ട്. ഏതായാലും 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇനി 1ാം ഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലൊരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാനും അവരുടെ വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഏതായാലും മുന്നണികൾ ഉള്ളത്. 122 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പ് കൂടി കഴിയുമ്പോൾ സംസ്ഥാനത്തെ പോളിംഗ് പൂർണ്ണമാകുന്നു. പിന്നീട് 14-ാം തീയതി നമുക്കറിയാം SKN ബീഹാറിന്റെ ഭാവി എന്താണെന്ന്. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ശ്രീനാഥ്. ബിനു എൻ പറയുന്നത് SKN കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ചെയ്തുകൂടെ? അവിടുത്തെ അവസ്ഥകൾ തുറന്നു കാട്ടേണ്ടത് ഉത്തരവാദിത്തമുള്ള ഒരു മീഡിയയുടെ ജോലിയാണ്. ബിനു, അതിനകത്ത് പലപ്പോഴും ഈ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ടുള്ള ആളെന്ന നിലയിൽ
ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം വരെ കുറച്ച് മുമ്പാണ് എൻ്റെ മകളെ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്നു കാണിക്കുന്നത്, അവിടെ മെഡിക്കൽ കോളേജിൽ തന്നെ. അതുപോലെ എൻ്റെ അമ്മ ഒരു 45-50 ദിവസത്തോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷൻ വിധേയമായി കിടന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാനായിരുന്നു സ്റ്റാൻഡ് ബൈ. അപ്പോൾ അതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിൻ്റെ പൾസ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രികളും ഒക്കെ തന്നെ അതിന് ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ സാധാരണക്കാർ, പാവപ്പെട്ട ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആയിരങ്ങളാണ് അവരുടെ അത്താണിയാണ് ഈ മെഡിക്കൽ കോളേജുകൾ. അപ്പോൾ അതേസമയം നമ്മുടെ മറ്റേ അവിടുത്തെ യൂറോളജി വിഭാഗം മേധാവി പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അവിടെ ഒരുപാട് കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി കൊണ്ടുവരേണ്ടതുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ കുറച്ചുകൂടെ വൃത്തി വേണം. നമ്മുടെ ഡോക്ടർ SS ലാൽ പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ ഈ ടോയ്ലറ്റുകളിലൊക്കെ കയറാൻ പ്രയാസമാണ്. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മുടെ മെഡിക്കൽ കോളേജുകൾ മുഴുവൻ കുഴപ്പമാണെന്ന് എഴുതിയാൽ ഒരു വരുമാനമൊന്നുമില്ലാത്ത ആളുകൾ ഈ പഞ്ചനക്ഷത്ര ആശുപത്രിയിലേക്ക് പോയി അവരുടെ ജീവിതം തീരെഴുതി കൊടുക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളെ ഡാമേജ് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നത് എന്നുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിയുക. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ ഇനി കടക്കുകയാണ്. കുടുംബവാഴ്ചയിൽ നെഹ്റു കുടുംബത്തിനെതിരെ വിമർശനം ഉന്നയിച്ച ഡോക്ടർ ശശി തരൂർ MP മുതിർന്ന BJP നേതാവ് LK അദ്വാനിയെ പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുന്നു. പിറന്നാൾ ആശംസ നേർന്ന് പങ്കുവച്ച എക്സ്പോസ്റ്റിലാണ് അദ്ദേഹത്തിൻ്റെ പുകഴ്ത്തൽ വന്നത്. അതിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. LK അദ്വാനിയുടെ പിറന്നാൾ ദിവസം അദ്വാനിക്കൊപ്പമുള്ള പഴയ ഫോട്ടോ പങ്കുവച്ചായിരുന്നു ഡോക്ടർ ശശി തരൂർ MP ജന്മദിനാശംസ നേർന്നത്. പൊതുസേവനത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത, എളിമ, മാന്യത, ആധുനിക ഇന്ത്യയുടെ പാത രൂപപ്പെടുത്തുന്നതിൽ അദ്വാനി വഹിച്ച പങ്ക് എന്നിവ ഒരിക്കലും മായ്ക്കാൻ പറ്റാത്തതാണെന്നും തരൂർ എക്സിൽ കുറിച്ചു. അദ്വാനിയെ യഥാർത്ഥ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിച്ച തരൂർ അദ്ദേഹത്തിന്റെ സേവന ജീവിതം മാതൃകാപരമാണ് എന്നും അഭിപ്രായപ്പെട്ടു. തരൂരിന്റെ പോസ്റ്റിനെ വിമർശിച്ച് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സഞ്ജയ് ഹെഗ്ഡെ രംഗത്ത് വന്നിരുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിനായി ആഹ്വാനം ചെയ്ത രഥയാത്രയിൽ അദ്വാനിയുടെ പങ്ക് പൊതുസേവനമായി കണക്കാക്കാനാവില്ലെന്നായിരുന്നു ഹെഗ്ഡെയുടെ വിമർശനം. ഈ രാജ്യത്ത് വെറുപ്പിന്റെ വ്യാളിവിത്തുകൾ പാകുന്നത് പൊതുസേവനമല്ലെന്നും മറുപടി നൽകി. എന്നാൽ അതിനുശേഷവും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് തരൂർ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം നെഹ്റു കുടുംബത്തിനെതിരെ തരൂർ എഴുതിയ ലേഖനം വലിയ അമർഷമാണ് പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയത്. 24 ഡൽഹി. എന്തായാലും ഡോക്ടർ തരൂരിൻ്റെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമ്മൾ സംശയിക്കണോ? എന്തായാലും ഡോക്ടർ തരൂരിനെ കാണുമ്പോൾ നമുക്ക് നേരിട്ട് ചോദിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ചില ഡയലോഗുകൾ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയോ മണക്കുന്നു നമ്മൾ. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നീക്കിയതിൽ ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ വിമർശിച്ചു. സുധാകരൻ പ്രതിനിധീകരിക്കുന്ന സമുദായം മുച്ചൂടും തഴയപ്പെടുകയാണെന്ന് സ്വാമി സച്ചിദാനന്ദ. അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വലിയ ഒരു ജനവിഭാഗം ഖിന്നതയിലാണ്, ദുഃഖത്തിലാണ്. കാരണം അദ്ദേഹം നേതൃത്വ പദവിയിൽ നിന്നും അർഹിക്കപ്പെട്ട സ്ഥാനത്ത് നിന്നും പിന്തള്ളപ്പെട്ടിരിക്കുന്നു. എനിക്കിത് പരസ്യമായി പറയുന്നതിൽ ഒരു മടിയുമില്ല. സുധാകരൻ മാത്രമല്ല, അദ്ദേഹം ജനിച്ചു വളർന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇന്ന് മുച്ചൂടും തഴയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം മറച്ചുവെക്കുവാൻ സാധിക്കുകയില്ല. സുധാകരൻ പങ്കെടുത്തൊരു പരിപാടിയിലാണ് ശിവഗിരി മഠാധിപതി ഇങ്ങനെ പറഞ്ഞത്. സ്വാമി സച്ചിദാനന്ദയുടെ പരാമർശം വ്യക്തിപരമായ അഭിപ്രായമെന്നാണ് സുധാകരൻ പ്രതികരിച്ചത്. ഇനിയിപ്പോൾ നമുക്കൊരു ഇടവേള പോകുമ്പോൾ 1-2 കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ചന്ദ്രൻ ചെറിയിൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ SKN അതായിരിക്കണം നിലപാട്. സ്വാനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാടിലെത്താൻ കഴിഞ്ഞു. എന്നെപ്പോലെ ഈ നിലപാടുള്ള ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരിക്കലെങ്കിലും മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ നീണ്ട ക്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ. മാത്രമല്ല, എൻ്റെ അമ്മയെ ചികിത്സിച്ച ഡോക്ടർ ഒരു കാർഡിയക് സർജൻ ഡോക്ടർ MRS മേനോൻ ആയിരുന്നു. ഇപ്പോൾ ഇന്നില്ല. പക്ഷേ ഡോക്ടർ MRS മേനോൻ എന്ന് പറയുന്ന ഡോക്ടറെ കുറിച്ച് ആലോചിക്കുമ്പോൾ മെഡിക്കൽ കോളേജ് തന്നെ അഭിമാന പുളകിതനാകും. അത്ര നല്ല ഭിഷഗ്വരനായിരുന്നു അദ്ദേഹം. അതേപോലെ എത്ര MRS മേനോന്മാർ ഈ മെഡിക്കൽ കോളേജുകളുണ്ട് എന്നുള്ളതും ഈ രോഗനിർണയം നടത്താൻ അഗ്രജന്മാരായ ഒരുപാട് ഡോക്ടേഴ്സ് അവിടെ ഉണ്ട് ഉള്ള കാര്യവും നമ്മൾ മറന്നുകൂടാ. അതേസമയം ഈ വിമർശിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ആരോഗ്യവകുപ്പ് വളരെ ഗൗരവത്തോടെ കാണുകയും എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുകയും വേണം. ഇത് മനുഷ്യൻ്റെ ജീവൻ വെച്ചുള്ള കളിയാണ്. ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട്. എറണാകുളം കൂത്താട്ടുകുളത്ത് കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കാഞ്ഞിരത്താനം ഉഴുന്നുമേൽ സാലി തോമസാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റുവെന്നും
വാർത്തയുണ്ട്. ഇന്ന് വന്ന മറ്റൊരു വാർത്തയാണ്, ഒരു അപകടത്തിൻ്റെ വാർത്ത. KSRTC ബസ് നിയന്ത്രണം തെറ്റി ഒരു മതിലിടിച്ചു. വഴിയാത്രക്കാരായ 3 പേർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഇടക്കൊച്ചി കുമ്പളം ഫെറിയിൽ ഇന്ന് പുറച്ചെയാണ് അപകടം ഉണ്ടായത്. മതിൽ തകർത്ത ബസ് പക്ഷേ നിർത്തിയില്ല. അത്രയും ഒരു നല്ല കാരുണ്യം കാണിച്ചവർ. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ നമുക്ക് കിട്ടി, പിന്നീട് കാണിക്കാം. മറ്റൊരു വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്ന് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ട ആൾക്കെതിരെ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് റദ്ദാക്കി. എറണാകുളം സ്വദേശി മനു എസിനെതിരെ എടുത്ത കേസാണ് റദ്ദാക്കിയത്. സർക്കാരിനെ വിമർശിക്കാൻ ഒരു പൗരന് അധികാരമുണ്ടെന്ന വാദം കോടതി ശരിവെച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസ്. വിപിൻ സി വിജയൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിപിൻ, പറയും. SKN മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത്, അങ്ങനെ ദുരിതബാധിതരെ സഹായിക്കാനാണെങ്കിൽ അത് സ്വമേധയാ സ്വന്തം കാര്യങ്ങളിൽ ഉപയോഗിക്കാം എന്നുള്ള രീതിക്കായിരുന്നു ഇങ്ങനെ ഒരു മനു എസ് ഒരു കമന്റ് ഇട്ടത് ഫേസ്ബുക്കിൽ. ഇതിനെതിരെ 2019 സെൻട്രൽ പോലീസ് ഒരു കേസ് എടുക്കുന്നത്. ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. അതിൽ പ്രധാനമായും പറയുന്നത്, ഒരു സർക്കാരിനെ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരെ വിമർശിക്കാൻ ഒരു പൗരന് അധികാരമുണ്ട്. അത് ഫണ്ടമെന്റൽ റൈറ്റിൽ പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് കേസായിട്ട് നിലനിൽക്കുകയില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റിസ് VJ അരുണിന്റെ ബെഞ്ച് ഈ കേസ് റദ്ദാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഏത് രീതിക്ക് അതിൽ സർക്കാരിനൊരു നിയന്ത്രണം കൊണ്ടുവരാം എന്നുള്ളത് കൂടി കോടതി പറയുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. അതായത് ഏതെങ്കിലും രീതിയിൽ ഒരു അത്യാവശ്യ സർവീസിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു കമന്റ് ആയിരിക്കുക, അതല്ലെങ്കിൽ അത് ഒരു കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിന്റെ ഒരു ഏകതയെ അല്ലെങ്കിൽ അഖണ്ഡതയെ ഒക്കെ ബാധിക്കുന്ന രീതിയിലാണെങ്കിൽ മാത്രം അതിലൊരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ കേസിന് അത്തരം ഒരു സ്വഭാവമില്ല. അത് സർക്കാരിനെ വിമർശിക്കുക എന്നുള്ള ഒരു പൗരന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഈ കമന്റിനെ കാണേണ്ടതില്ല എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റിസ് VJ അരുണിന്റെ ബെഞ്ച് ഈ കേസ് റദ്ദാക്കിയിരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ ഏകതയെ ബാധിക്കുന്നതല്ല എന്നുള്ളതും കോടതി പറയുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു വിപിൻ സി വിജയൻ. വർഗീസ് KK പറയുന്നത്, എൻ്റെ SKN അനേകം പാവങ്ങളുടെ ആശ്രയ കേന്ദ്രമായ മെഡിക്കൽ കോളേജുകളിൽ ആധുനിക സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടല്ലോ. പക്ഷേ അവിടെ കൊള്ളാവുന്നതിലും അധികം രോഗികളാണ് ഓരോ ദിവസവും എത്തുന്നത്. അത് കറക്റ്റാണ്. അവിടെ യഥാർത്ഥത്തിൽ കട്ടിലിനടിയിലൊക്കെ തന്നെ 100 കണക്കിന് രോഗികൾ കിടക്കുകയാണ്. നമുക്ക് അത്രയധികം ആശുപത്രികളില്ല. പക്ഷേ എനിക്ക് തീർച്ചയായിട്ടും ആ ഒരു വാദഗതിയോട് യോജിപ്പുണ്ട്. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ പൊതുരംഗത്ത് നമുക്ക് വേണം. അല്ലെങ്കിൽ ഈ വിദേശ നാടുകളിൽ നിന്നൊക്കെ വരുന്ന വലിയ വലിയ നിക്ഷേപങ്ങളുള്ള ആശുപത്രികളൊക്കെ തന്നെ കുറച്ച് പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടാക്കും. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. മന്ത്രി KB ഗണേഷ് കുമാറിനെ പുകഴ്ത്തിയ കോൺഗ്രസ് നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കൊട്ടാരക്കര വെട്ടിക്കല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചർ അസീസിനെയാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത്. തലച്ചറിൽ നടന്നൊരു റോഡ് ഉദ്ഘാടന വേദിയിൽ ഗണേഷ് കുമാറിനെ വീണ്ടും നിയമസഭയിലേക്ക് അയക്കേണ്ടതിന് ആവശ്യകതയെ ഈ കോൺഗ്രസ് നേതാവ് ഊന്നി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പടിവാളി. ഗണേഷ് കുമാർ കായ്ഫലമുള്ള മരം എന്നായിരുന്നു അസീസിൻ്റെ പ്രസംഗം. അതോടെ ഈ അസീസിൻ്റെ മരം വീണു. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി. മറ്റൊരു വാർത്തയിലേക്ക്. എന്തെല്ലാം കാര്യമാണ്. ഒരു മന്ത്രിയെ പ്രശംസിച്ചാൽ ഒരു പാർട്ടിയിൽ നിന്ന് പോകേണ്ടി വരുമോ എന്ന് പറഞ്ഞാൽ. കോട്ടയം തിരുവഞ്ചൂരിൽ മന്ത്രവാദത്തിനിടെ യുവതിയെ ക്രൂര പീഡനത്തിന് വിധേയമാക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി യുവതിയുടെ ആൺ സുഹൃത്ത് അഖിലിൻ്റെ മാതാവ് സൗമിനി എന്ന പോലീസ്. സൗമിനി ഉടൻ അറസ്റ്റ് ചെയ്യും. സംഭവത്തിൽ തെളിവ് ശേഖരിച്ചത് യുവതി തന്നെയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. പ്രതിയായ അഖിലിന്റെ അമ്മയാണ് സൗമിനി. ഇവരാണ് ആഭിചാരക്രിയ നടത്താൻ പ്രേരിപ്പിച്ചത്. യുവതിയുടെ ശരീരത്തിൽ ബാധയുണ്ടെന്ന് പൂജാരി പറഞ്ഞതിനെ തുടർന്നാണ് ആഭിചാരം നടത്താൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശിവദാസൻ തിരുവഞ്ചൂരിലെ വീട്ടിലെത്തി പൂജ നടത്തിയത്. അതുകൊണ്ട് തന്നെ പ്രധാന പ്രതി അമ്മ സൗമിനിയാണെന്നും പോലീസ് പറയുന്നു. ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ടെന്നാണ് കണ്ടെത്തൽ. അതേസമയം യുവതി നടത്തിയ നീക്കമാണ് വിവരം പുറം ലോകത്തെ അറിയിച്ചത്. ആഭിചാരക്രിയ നടത്തിയതിന്റെ വീഡിയോ അടക്കം യുവതിയാണ് ശേഖരിച്ചത്. ഈ തെളിവുകൾ അച്ഛൻ മുഖേന പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പൂജ ചെയ്യുന്നതിന് വേണ്ടി പൂജാരിക്ക് 6000 രൂപ നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. 24 കോട്ടയം. പ്രസവത്തിന് പിന്നാലെ അണുബാധയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം SCT ആശുപത്രിക്കെതിരായ പരാതിയിൽ അന്വേഷണം തുടങ്ങും. 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് ആരോഗ്യവകുപ്പ് മന്ത്രി. ആശുപത്രിയിൽ വെച്ച് അണുബാധ ഉണ്ടായിട്ടില്ലെന്ന് ചികിത്സിച്ച ഡോക്ടർ. 4 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4 മണിക്ക് മെംബ്രെയിൻ റപ്ചർ ചെയ്തു. 5:45 അവൾ പ്രസവിച്ചു. അപ്പോൾ ഇൻട്രാപാർട്ടം ഒരു സെപ്സിസിന്റെ ഒരു ലക്ഷണങ്ങളും പ്രസവ മുറിയിൽ നിന്ന് സമയത്ത് അവൾക്ക് ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങളില്ല. ചികിത്സാ പിഴവെന്ന ബന്ധുക്കൾ. അതുണ്ടായെന്ന് അവർ പറഞ്ഞില്ല. അസിനറ്റോ ബൈറ്റർ എന്നുള്ള അണുബാധയാണ് ഉണ്ടായെന്ന് റിസൾട്ടിലൂടെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു അസിനറ്റോ ബൈറ്റർ ആണോ എന്ന് ചോദിച്ച സമയത്താണ് അവർ പിന്നെ ഓന്ന് സമ്മതിക്കുകയും ചെയ്ത്. എല്ലാ കാര്യത്തിനും കാലതാമസമാണ് ഏറ്റവും വലിയ പ്രശ്നം.
പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി DME. യുവതിയുടെ ഭർത്താവിന് സർക്കാർ ജോലി നൽകണമെന്ന BJP. കരിക്കം സ്വദേശിയായ ശിവപ്രിയ മരിച്ചത് ഇന്ന് രാവിലെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊല്ലം പന്മന സ്വദേശി വേണു മതിയായ ചികിത്സ കിട്ടാതെ മരിച്ചെന്ന പരാതി തള്ളി അന്വേഷണ റിപ്പോർട്ട്. ചികിത്സാ മാനദണ്ഡങ്ങൾ പാലിച്ചെന്ന അന്വേഷണ സംഘം ആശുപത്രിക്ക് വീഴ്ച പറ്റിയെന്ന ആരോപണം ആവർത്തിച്ച് വേണുവിന്റെ കുടുംബം. എന്ത് സംഭവിച്ചു, എങ്ങനെയായിരുന്നു ഒരു കാര്യങ്ങളും തിരക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞില്ല, നായ്ക്കളെ നോക്കുന്ന കണ്ണു അത് തന്നെയാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാരെ സഹായിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലെന്നോ, കാരണം എൻ്റെ ഒരു കൂട്ടാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. എനിക്ക് എന്നും ഒരു തീരാ ദുഃഖം. ഇതെനിക്ക് എന്താണെന്നുള്ള സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞേ പറ്റൂ. ആരോഗ്യവകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ഡോക്ടർ ഹാരിസ് ഹസനോട് വിശദീകരണം തേടാൻ സാധ്യത. വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടന യാത്രയ്ക്കിടെ വിദ്യാർത്ഥികൾ RSS ഗണഗീതം ആലപിച്ചതിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ വകുപ്പ്. പ്രോട്ടോകോൾ പാലിച്ചില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഏത് മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളായിരുന്നാലും ഒരു സ്കൂളിലും മതേതരത്വത്തിന് വെല്ലുവിളിയായുള്ള അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വെല്ലുവിളിയായുള്ള ഒരു നടപടിക്രമങ്ങൾ നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഭരണഘടനാ വിരുദ്ധമെന്ന് CPM. റെയിൽവേ നടപടി നിഷ്കളങ്കമല്ലെന്ന് VD സതീശൻ. ആരാണെന്ന് അന്വേഷിക്കണം, അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം. കുട്ടികളെ കൊണ്ട് ഈ വർഗീയവൽക്കരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഈ കുട്ടികളെ ഉപയോഗിക്കാൻ ആരാണ് തീരുമാനമെടുത്തത്? ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി. ഗണഗീതാലാപനത്തെ പുകഴ്ത്തി യൂത്ത് കോൺഗ്രസ് നേതാവ് NS നുസൂറിന്റെ FB പോസ്റ്റ്. ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആഘോഷമാണ് അവർക്ക് അന്നേരം. അതാണ് തോന്നിയത്, അത് അവർ ചെയ്തു. അത് തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ. പാടിയത് തീവ്രവാദ ഗാനമല്ലല്ലോ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM ശ്രീയിലെ തുടർ നടപടികൾ നിർത്തിവെച്ചതായി അറിയിച്ച് കേന്ദ്രത്തിന് ഇതുവരെയും കത്ത് നൽകിയിട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിഷയത്തിൽ നിയമോപദേശം തേടിയെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. നാളെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി നടക്കുന്ന ചർച്ചയിൽ PM ശ്രീ വിഷയം ചർച്ചയാകില്ല. സർക്കാർ നിയോഗിച്ച ഉപസമിതിയുടെ തീരുമാനം പിന്നീട് കേന്ദ്രത്തെ അറിയിക്കുമെന്നും വിശദീകരണം. ബീഹാറിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. മറ്റന്നാൾ ബൂത്തിലെത്തുന്ന 122 മണ്ഡലങ്ങൾ. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച. വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് രാഹുൽ ഗാന്ധി. തോൽവി ഭയന്നുള്ള ആരോപണമെന്ന് BJP. LK അദ്വാനിയെ പ്രശംസിച്ച് ഡോക്ടർ ശശി തരൂർ MP രംഗത്ത് വന്നു. ആധുനിക ഇന്ത്യയുടെ പാത രൂപപ്പെടുത്തിയ നേതാവാണെന്നാണ് ഡോക്ടർ തരൂരിന്റെ പ്രശംസ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ DGP R ശ്രീലേഖ BJP സ്ഥാനാർത്ഥിയാകും. ശാസ്തമംഗലത്താണ് മത്സരിക്കുക. സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് കോർപ്പറേഷൻ ഇത്തവണ BJP പിടിച്ചെടുക്കുമെന്നും R ശ്രീലേഖ 24നോട് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഒട്ടുമില്ല. കാരണം എനിക്കൊരു ഔദ്യോഗിക പദവി തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഉപാധ്യക്ഷ എന്നുള്ള പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ എന്നുള്ള ഔദ്യോഗിക പദവി തന്ന സ്ഥിതിക്ക് ഞാൻ ഇങ്ങനെ ഒരു വാർഡിൽ മത്സരിക്കണം എന്ന് പറയുന്ന ഒട്ടും പ്രതീക്ഷിച്ചതല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ BJPക്കുള്ളതാണെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും 100% ഉറപ്പ്. തിരുവനന്തപുരത്തെ NDAയിൽ ഭിന്നത. കോർപ്പറേഷനിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ BDJS. കാസർഗോഡ് LDFിൽ തർക്കം തുടരുന്നു. ആവശ്യപ്പെട്ട സീറ്റ് നൽകിയില്ലെങ്കിൽ തനിച്ച് മത്സരിക്കുമെന്ന് NCPക്ക് പിന്നാലെ INLും. മലപ്പുറത്തെ പൊന്മുണ്ടം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ കോൺഗ്രസ് ലീഗ് തർക്കം രൂക്ഷമായി തുടരുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. കൊതുകുജന്യ രോഗങ്ങൾ ബാധിച്ച് കഴിഞ്ഞ 5 കൊല്ലത്തിനിടെ സംസ്ഥാനത്ത് 513 പേരാണ് മരിച്ചത്. കൂടുതൽ മരണവും ഡെങ്കിപ്പനി ബാധിച്ച്. 432 ആളുകൾ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചെന്ന് ആരോഗ്യവകുപ്പ്. 5 വർഷത്തിനിടെ മലേറിയ ബാധിച്ച് 16 പേരും ജപ്പാൻ ജ്വരം കൊണ്ട് 5 പേരും മരിച്ചെന്ന് കണക്കുകൾ. അനധികൃത ഖനനം നടത്തിയെന്ന പേരിൽ കാസർഗോഡ് ബെളാലിൽ വൃദ്ധ ദമ്പതികളോട് ജിയോളജി വകുപ്പിന്റെ ക്രൂരത. 8 സെന്റിൽ വീടൊരുക്കാൻ കുന്നിൻ ചെരുവിലെ മണ്ണ് മാറ്റിയിട്ടതിന് 1 ലക്ഷം രൂപ പിഴ ചുമത്തി. പിഴയടക്കാൻ പണമില്ലെന്ന് കുന്നത്തുകാൽ സ്വദേശികളായ വയോധികർ. കടക്കാൻ നിർത്തിയില്ല, അതുകൊണ്ട് അങ്ങനെ അപ്പോൾ ഇതിൽ നോട്ടീസിലുണ്ടായിരുന്നു ജയിലിൽ നിന്നില്ല ഇതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജയിലിൽ കിടന്നോളാന്ന്. അപ്പോൾ പറഞ്ഞു ആ വകുപ്പൊന്നുമില്ല. 3 മാസത്തേക്ക് ഉണ്ടാകും. 3 മാസത്തിൻ്റെ മുമ്പിൽ തന്നെ നിങ്ങൾ അടക്കണം എന്ന് പറഞ്ഞു. അടക്കാനുള്ള കഴിവ് നമുക്കില്ല. അടിയന്തര ഇടപെടലുമായി കാസർഗോഡ് ജില്ലാ കളക്ടർ ജില്ലാ ജിയോളജി വകുപ്പിനോട് റിപ്പോർട്ട് തേടി. അയൽവാസി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കാരണം കാണിക്കൽ നോട്ടീസ് മാത്രമെന്ന് ജിയോളജി വകുപ്പിന്റെ വിശദീകരണം.
ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അതിവേഗ അർദ്ധ സെഞ്ചുറിയുടെ റെക്കോർഡ് സ്വന്തമാക്കി മേഘാലയയുടെ ആകാശ് ചൗധരി. നേട്ടം 11 പന്തുകളിൽ. തുടർച്ചയായ 8 പന്തുകളിൽ സിക്സറുകൾ പറത്തിയതിന്റെ റെക്കോർഡും ആകാശിനാണ്. ISL തുടങ്ങുന്നതിൽ അനിശ്ചിതത്വം. സ്പോൺസർമാരെ ലഭിച്ചില്ല എന്ന വിവരം സുപ്രീം കോടതി അറിയിക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. കേരള സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥി നൽകിയ ജാതി അധിക്ഷേപ പരാതിയിൽ പോലീസ് കേസെടുത്തു. സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ CN വിജയകുമാരിക്കെതിരെ ശ്രീകാര്യം പോലീസാണ് കേസെടുത്ത്. SC/ST അതിക്രമം തടയൽ നിയമപ്രകാരമാണ് കേസ്. MPhil പഠനകാലം മുതൽ ജാതി അധിക്ഷേപം നേരിട്ടെന്ന വിദ്യാർത്ഥി ബിപിൻ വിജയൻ. അന്വേഷണത്തിന് ഉത്തരവിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. 24 ഇംപാക്ട്. വയനാട് കുറുമ്പാലക്കോട്ടയിൽ തകർന്ന കുടിലിൽ കഴിയുന്ന 22 അംഗ ആദിവാസി കുടുംബത്തിന്റെ ദുരവസ്ഥയിൽ മന്ത്രി OR കേളു ഇടപെട്ടു. കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി. അത് സംബന്ധിച്ച് തീർച്ചയായിട്ടും വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങൾ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന മുറയ്ക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി ഏതായാലും സ്വീകരിക്കും. അമ്പലംകുന്ന് ഉന്നതിയിലെ ചന്ദ്രന്റെയും കുടുംബത്തിന്റെയും ദുരിത ജീവിതം പുറം ലോകത്തെ അറിയിച്ചത് 24. എറണാകുളം കോതമംഗലം നെല്ലിക്കുഴിയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം. മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പിതാവ് ഹരി. ഒരിക്കൽ പോലും വേറൊരു മക്കൾക്ക് അങ്ങനെ വരരുത്. അതിന് ആ തൂങ്ങി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ നിലത്ത് മുട്ടിയാണ് തൂങ്ങി നിൽക്കുന്നത്. അല്ലാണ്ട് മറ്റേ ഇവിടെ ഒരു ടർക്കി ഇരിക്കുന്നുണ്ട്. അന്വേഷിക്കും. ഉറപ്പായിട്ടും. അതിന് വേറെ മക്കളുണ്ടല്ലോ, നമ്മളെപ്പോലെ ഒത്തിരി കഷ്ടപ്പാടുള്ളൂ വേറെ മക്കളുണ്ട്. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ദിരാഗാന്ധി കോളേജിലെ 1ാം വർഷ BBA വിദ്യാർത്ഥി നന്ദനയെ. വിദ്യാർത്ഥിയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന കോളേജ് പ്രിൻസിപ്പൽ വിജി രാമകൃഷ്ണൻ. മലപ്പുറം തിരൂരിൽ MLA യുടെ നേതൃത്വത്തിൽ റോഡ് അറ്റകുറ്റപ്പണിക്കെത്തിയ സംഘത്തെ CPM പ്രവർത്തകർ തടഞ്ഞു. കുറുക്കോൾ ഓട്ടുകരപ്പുറം റോഡ് അറ്റകുറ്റപ്പണിക്കെത്തിയപ്പോൾ തടഞ്ഞത് തിരൂർ MLA കുറുക്കോളി മൊയ്തീനെയും സംഘത്തെയും. ഏറെ നാളായി തകർന്നു കിടക്കുന്ന റോഡിൽ ഇപ്പോൾ അറ്റകുറ്റപ്പണിക്കെത്തിയത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് പ്രതിഷേധക്കാർ. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നീക്കിയതിൽ വിമർശനവുമായി ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. അർഹതപ്പെട്ട സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ തഴയപ്പെട്ടെന്ന് ആരോപണം. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വലിയ ഒരു ജനവിഭാഗം ഖിന്നതയിലാണ്, ദുഃഖത്തിലാണ്. കാരണം അദ്ദേഹം നേതൃത്വ പദവിയിൽ നിന്നും അർഹിക്കപ്പെട്ട സ്ഥാനത്ത് നിന്നും പിന്തള്ളപ്പെട്ടിരിക്കുന്നു. എനിക്കിത് പരസ്യമായി പറയുന്നതിൽ ഒരു മടിയുമില്ല. കേരളത്തിലെ ഭരണം ചില പ്രത്യേക സമുദായങ്ങളുടെ വൃത്തത്തിൽ ചുറ്റിക്കറങ്ങുന്നുവെന്ന് വിമർശനം. ശിവഗിരി മഠാധിപതിയുടെ വിമർശനം വ്യക്തിപരമായ അഭിപ്രായമെന്ന് കെ സുധാകരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിന് മുന്നറിയിപ്പുമായി കത്തോലിക്ക സഭ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് അധ്യാപക നിയമനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് CBCI. ആര് വാഴണമെന്നും വീഴണമെന്നും തീരുമാനിക്കുന്നതിൽ സഭയ്ക്കും പങ്കുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ആര് വാഴണമെന്നും ആര് വീഴണമെന്നും തീരുമാനിക്കുന്നതിൽ നമുക്കും പങ്കുണ്ട്. വീണ്ടും പോരാട്ടത്തിന്റെ പാതയിലേക്ക് നമ്മെ തള്ളിവിടുകയാണ് ഭരണകർത്താക്കളും വിവിധ രാഷ്ട്രീയ നേതൃത്വവും. പ്രത്യേകിച്ചും നിയമനിർമ്മാണ സഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നാം നിൽക്കുമ്പോൾ വിവേകത്തോടും കരുതലോടും കൂടി വേണം നാം പ്രവർത്തിക്കാൻ. ജനപ്രതിനിധി സഭകളിൽ സഭാംഗങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യം. 24 ബിഗ് ബ്രേക്കിംഗ്. മുൻ വനം മന്ത്രി കെ രാജു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ CPI പ്രതിനിധിയാകും. നിലവിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗമാണ് അദ്ദേഹം. നേരത്തെ നിശ്ചയിച്ച വിളപ്പിൽ രാധാകൃഷ്ണനെ മാറ്റിയത് സാമുദായിക സമവാക്യം പരിഗണിച്ച്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷനായി കെ ജയകുമാറിനെ നിയമിച്ചുള്ള ഉത്തരവ് നാളെ ഇറങ്ങും.
കേരളത്തിൽ നിന്ന് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾ പണിമുടക്കിലേക്ക്. നാളെ മുതൽ സർവീസുകൾ നിർത്തിവെക്കും. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുടേത് അമിത നികുതി പിരിവെന്ന ആരോപണം. വൻ സാമ്പത്തിക നഷ്ടമെന്ന വാഹന ഉടമകൾ. കേരളത്തിൽ നിന്നും കേരളത്തിലേക്കുമുള്ള അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ, വിശിഷ്യ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് അടക്കമുള്ള വാഹനങ്ങൾ നാളെ മുതൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് വാഹന ഉടമകളുള്ളത്. ഈ വിഷയങ്ങൾ അടിയന്തരമായിട്ട് ഗതാഗത മന്ത്രി തലങ്ങളിൽ ചർച്ച നടത്തി പരിഹാരം കാണാത്ത പക്ഷം വാഹനം നിരത്തിലിറക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ബംഗളൂരിലേക്കും ചെന്നൈയിലേക്കും ഹൈദരാബാദിലേക്കും ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലയാൻ സാധ്യത. പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് പദവിയിൽ നിയോഗിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. ഭരണഘടനയുടെ 243 വകുപ്പ് ഭേദഗതി ചെയ്ത് കര, നാവിക, വ്യോമസേനാ വിഭാഗങ്ങളുടെ ഏകോപനത്തിന് പുതിയ പദവി ഉണ്ടാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷ കക്ഷി രംഗത്ത് വന്നു. തെഹരികെ ഇൻസാഫ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക സമരം. ഇന്നലെ സെനറ്റിൽ അവതരിപ്പിച്ച ഭേദഗതിയിൽ നാളെ വോട്ടെടുപ്പ്. കിഴക്കൻ യുക്രൈൻ നഗരമായ പൊക്രോവ്സ്ക് റഷ്യൻ സൈന്യത്തിന്റെ കൈകളിലേക്കെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. റഷ്യൻ സൈന്യം പ്രദേശം വളഞ്ഞെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച യുക്രൈൻ പൊക്രോവ്സ്ക് പിടിച്ചെടുക്കുന്നതോടെ ഡോണസ്ക്, ഡോൺബാസ് പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നത് എളുപ്പമെന്ന കണക്കൂട്ടിൽ റഷ്യ. പാലക്കാട് അട്ടപ്പാടിയിൽ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച വീടിന്റെ ചുമരിടിഞ്ഞ് 2 കുട്ടികൾ മരിച്ച സംഭവത്തിൽ ആരോപണവുമായി കുടുംബം. വാഹനം കിട്ടാത്തതിനാൽ കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിപ്പോയി. പരിക്കേറ്റ കുട്ടികളെ കൊണ്ടുപോയത് ബൈക്കിലെന്നും അമ്മ. ആദ്യം വിളിച്ചപ്പോൾ കിട്ടി, അപ്പോൾ വണ്ടിയില്ല, ഇവിടെ വണ്ടിയില്ലെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചപ്പോൾ പരുത്തി പുറത്താ അങ്ങനെയൊക്കെ പറഞ്ഞു. അനിയന്മാര് ബൈക്കും പിന്നെ ഏട്ടൻ്റെ ബൈക്കും ഏട്ടന്മാര് അങ്ങനെ കൊണ്ടുവന്ന് ബൈക്കിലെ കൊണ്ടുവന്ന്. SC/ST പ്രൊമോട്ടറെയും പഞ്ചായത്ത് അംഗത്തെയും വിളിച്ചിട്ട് മറുപടി കിട്ടിയില്ലെന്ന് പരാതി. അട്ടപ്പാടിയിലെ പ്രശ്നങ്ങൾ നിരന്തരം ചൂണ്ടിക്കാട്ടിയിട്ടും സർക്കാർ അവഗണിച്ചെന്ന VD സതീശൻ. പരാതി പരിശോധിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. ഇടുക്കി അടിമാലി കൂമ്പൻപാറയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ച ദേശീയപാത ഗതാഗതത്തിന് ഇന്ന് തുറന്നു നൽകി. വാഹനം കടത്തിവിടുന്നത് ഒറ്റവരിയായി. ഭാരവണ്ടികൾക്കും മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്കും നിയന്ത്രണം തുടരും. അപകട സാധ്യത പൂർണ്ണമായി ഒഴിവായിട്ടില്ലെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം. ഗതാഗതം പൂർണ്ണ തോതിൽ പുനഃസ്ഥാപിക്കുക തുടർ പരിശോധനകൾക്ക് ശേഷം. പാലക്കാട് മണ്ണാർക്കാട് ഇടക്കുറിശിയിൽ തയ്യൽ കടയിൽ കത്തിക്കുത്ത് 2 പേർക്ക് പരിക്കേറ്റു. തർക്കമുണ്ടായത് തയ്യൽ കൂലി ചോദിച്ചതുമായി ബന്ധപ്പെട്ട്. സംഭവത്തിൽ കടയുടമ തമിഴ്നാട് സ്വദേശി അബ്ദുൾ റഹ്മാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബ്രസീലിൽ ചുഴലിക്കൊടുങ്കാറ്റിൽ വൻ നാശനഷ്ടം. 6 പേർ കൊല്ലപ്പെട്ടു, 750 പേർക്ക് പരിക്കേറ്റു. ബ്രസീലിന്റെ തെക്കൻ സംസ്ഥാനമായ പരാനയിൽ കാറ്റ് വീശിയത് മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗത്തിൽ. നഗരത്തിലെ 90% വീടുകളും നശിച്ചുപോയതായി അധികൃതർ. വൈദ്യുതി, വാർത്താവിനിമയ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു. തിരുവനന്തപുരം കോവളത്ത് വീണ്ടും ബോട്ട് മറിഞ്ഞ അപകടമുണ്ടായി. ബോട്ടിലുണ്ടായിരുന്ന 3 പേരെയും രക്ഷപ്പെടുത്തി. അപകടമുണ്ടായത് ശക്തമായ തിരയേറ്റത്തിനിടെ. അപകടത്തെ തുടർന്ന് കോവളത്തെ ബോട്ട് സവാരി താൽക്കാലികമായി നിർത്തിവെച്ചു. സമയപരിധി ലംഘിച്ച് ബോട്ട് യാത്ര നടത്തരുതെന്ന കർശന നിർദ്ദേശം. കോട്ടയം തിരുവഞ്ചൂരിനടുത്ത് മന്ത്രവാദത്തിന്റെ പേരിൽ യുവതിയെ ക്രൂര പീഡനങ്ങൾക്ക് വിധേയമാക്കിയ കേസിലെ മുഖ്യപ്രതി ആൺസുഹൃത്തിന്റെ അമ്മയെന്ന് പോലീസ്. സൗമിനി ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്യും. മന്ത്രവാദിക്ക് 6000 രൂപ നൽകിയെന്ന് കണ്ടെത്തൽ. ദൃശ്യങ്ങൾ ഉൾപ്പെടെ സംഭവത്തിൽ തെളിവ് ശേഖരിച്ചത് യുവതി തന്നെയെന്നും അന്വേഷണ സംഘം. എറണാകുളം പെരുമ്പാവൂരിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് റോഡ് ടാറിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ബംഗാൾ സ്വദേശി രോഹിത് മുണ്ട. മലപ്പുറം വണ്ടൂർ തച്ചങ്കോട് ബൈക്കും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പാലക്കാട്ട് 3 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം ഉണ്ടായത് കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി സംഘർഷം പരിഹരിക്കാനുള്ള ചർച്ച വീണ്ടും പരാജയപ്പെട്ടു. ഇസ്താംബൂളിൽ 2 ദിവസമായി നടന്ന ചർച്ചയിൽ സമവായം ഉണ്ടായില്ല. പാക് സൈന്യമാണ് സമാധാന ശ്രമങ്ങൾ അട്ടിമറിക്കുന്നതെന്ന് താലിബാൻ. സമാധാന നീക്കം തുടരാൻ തുർക്കിയും ഖത്തറും. ആണവ പരീക്ഷണ നീക്കവുമായി മുന്നോട്ടെന്ന റഷ്യ വ്ളാഡിമിർ പുടിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചെന്നും നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്. റഷ്യ ആണവ പരീക്ഷണത്തിന് ഒരുങ്ങുന്നത് 35 കൊല്ലത്തിനിടെ ഇതാദ്യം. റഷ്യൻ നീക്കം ആണവ പരീക്ഷണം പുനരാരംഭിക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതിന് പിന്നാലെ. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അടച്ച താമരശ്ശേരി കട്ടിപ്പാറയിലെ
ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇന്ന് തുറന്നു. പൂർണ്ണ തോതിൽ പ്രവർത്തനം തുടങ്ങിയെന്ന ഫ്രഷ് കട്ട് MD സുജീഷ് 24നോട് ഈ പ്രദേശത്ത് നിരോധനാജ്ഞ തുടരുകയാണ്. സമരം ശക്തമാക്കുമെന്ന് ജനകീയ സമിതി. മന്ത്രി KP ഗണേഷ് കുമാറിനെ പ്രശംസിച്ച കോൺഗ്രസ് നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നടപടി കൊട്ടാരക്കര വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചർ അസീസിനെതിരെ പാർട്ടിക്ക് ദോഷകരമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ടെന്ന് DCCയുടെ വാർത്താക്കുറിപ്പ്. പ്രധാന വാർത്തകൾ കഴിയുന്നു. ന്യൂസ് എക്സ്പ്രസ് അവസാനിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക് വിശദമായി. പാലക്കാട്ട് നിയന്ത്രണമിട്ടൊരു കാർ മരത്തിലിടിച്ച് 3 യുവാക്കൾ മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് സർക്കാർ. കാട്ടുപന്നി കുറുകെ ചാടിയതാണ് അപകടത്തിനിടയാക്കിയതെന്ന പരിക്കേറ്റവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരും. ഇന്നലെ രാത്രിയാണ് നാടിനെ കണ്ണീരിലാഴ്ത്തി ഈ അപകടം ഉണ്ടായത്. അടുത്ത സുഹൃത്തുക്കളായ രോഹൻ സന്തോഷ്, രോഹൻ രഞ്ജിത്ത്, സനൂഷ് എന്നിവർക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. ഇന്നലെ രാത്രിയിൽ കൊടുമ്പ് കനാൽ ജംഗ്ഷന് സമീപത്താണ് 6 അംഗ സംഘം സഞ്ചരിച്ച കാറ് മരത്തിലിടിച്ച് നിയന്ത്രണം വിട്ട് വയലിലേക്ക് മറിഞ്ഞത്. ആദിത്യൻ, ഋഷി, ജിതിൻ എന്നിവർക്ക് പരിക്കേറ്റു. കാട്ടുപന്നി കുറുകെ ചാടിയപ്പോഴാണ് അപകടം സംഭവിച്ചതെന്നാണ് പരിക്കേറ്റവരുടെ മൊഴി. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. പന്നി കുറുക്ക് ചാടിയെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഈ ഇവിടുന്ന് ഒരു ഒടുമ്പ് വരെ ഈ പന്നി ശല്യം കൂടുതലുള്ള സ്ഥലമാണ്. എന്നാൽ കാട്ടുപന്നി ഇടിച്ചല്ല അപകടമെന്നാണ് വനം മന്ത്രി AK ശശീന്ദ്രന്റെ വാദം. ആ കാര്യത്തെക്കുറിച്ച് ഒരു സമഗ്രമായ അന്വേഷണം പരിശോധന നടത്തിയതിനു ശേഷമേ ഇന്നതാണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാനാവില്ല. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രിമാരായ K കൃഷ്ണൻകുട്ടിയും MB രാജേഷും പറഞ്ഞു. അതേസമയം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം യുവാക്കളുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. നാളെ പൊതുദർശനത്തിന് ശേഷമാകും സംസ്കാരം. 24 പാലക്കാട്. മണ്ണിടിച്ചിലുണ്ടായ ഇടുക്കി അടിമാലി കൂമ്പൻപാറയിൽ ദേശീയപാത ഗതാഗതത്തിന് ഇന്ന് തുറന്നു നൽകി. ഒറ്റവരിയായിട്ടാണ് ഇപ്പോൾ വാഹനം കടത്തിവിടുന്നത്. മണ്ണ് നീക്കാൻ സാധിച്ചെങ്കിലും അപകട സാധ്യത പൂർണ്ണമായി ഒഴിവായിട്ടില്ലെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. കർശന നിയന്ത്രണങ്ങളോട് കൂടിയാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ച ദേശീയപാതയുടെ ഭാഗം ഗതാഗതത്തിന് തുറന്നു നൽകിയത്. മണ്ണ് പൂർണ്ണമായി നീക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഒറ്റവരിയിൽ വാഹനം കടത്തിവിടുന്ന രീതിയിലാണ് ക്രമീകരണം. ഭാരവണ്ടികൾക്കും മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്കും നിയന്ത്രണം തുടരും. ചെറുവാഹനങ്ങൾ കടത്തിവിടുന്നുണ്ടെങ്കിലും വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യത ജില്ലാ ഭരണകൂടം തള്ളിക്കളയുന്നില്ല. ചുവപ്പ്, ഓറഞ്ച് അലേർട്ടുള്ള ദിവസങ്ങളിലും ശക്തമായ മഴയുള്ള ദിവസവും ഗതാഗതം പൂർണ്ണമായി ഒഴിവാക്കാനാണ് നിർദ്ദേശം. മണ്ണിടിഞ്ഞ ഭാഗത്തെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കും. വീണ്ടും പരിശോധനകൾ നടത്തിയ ശേഷമായിരിക്കും ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കുക. കഴിഞ്ഞ മാസം 24-ലാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇതുവഴി ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അതേസമയം മണ്ണിടിച്ചിൽ ദുരിതബാധിതർക്ക് താമസം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാതെ ദേശീയപാത അധികൃതർ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് കടന്നതിൽ നാട്ടുകാർക്ക് അമർഷവുമുണ്ട്. 24 തൊടുപുഴ. യോഗത്തിന്റെ വാർത്തയിലേക്കാണ്. PTI ന്യൂഡൽഹി മുൻ ഉദ്യോഗസ്ഥൻ കുഴിപ്പുരയിടത്തിൽ KC ജേക്കബ് അന്തരിച്ചു. അദ്ദേഹത്തിന് 77 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ശുശ്രൂഷകൾക്ക് ശേഷം സംസ്കാരം നാളെ ഉച്ചയോടെ പത്തനംതിട്ട തുരുത്തിക്കാട് മാർത്തോമാ പള്ളിയിൽ നടക്കും. പ്രസാർ ഭാരതിയിലെ റിട്ടയർഡ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഷെർലി ജേക്കബാണ് ഭാര്യ. നോയിഡയിലെ ജിയോ സ്പെഷ്യൽ വേൾഡ് മാനേജർ ജെഫ്രി ജേക്കബ്, ന്യൂഡൽഹിയിലെ മൊബൈൽ കർഷകത്തിലെ മാനേജർ സ്റ്റെഫി ജേക്കബ് എന്നിവരാണ് മക്കളാണ്. ഈ ഷെർലി ഞങ്ങൾ ഒന്നിച്ച് ആകാശവാണി ജോലി ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കുടുംബത്തിലുണ്ടായ വിയോഗത്തിൽ ഞാനും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ആദരാഞ്ജലികൾ. കൊച്ചി കണ്ണങ്ങോട്ട് പാലത്തിൽ നിന്ന് കായലിലേക്ക് യുവാവ് ചാടി. ഇടക്കൊച്ചി സ്വദേശി ശ്രീരാഗാണ് ചാടിയത്. ഈ സ്പോട്ടിൽ ശ്രീലക്ഷ്മി പിള്ളയുണ്ട്. ശ്രീലക്ഷ്മി, എങ്ങനെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്? പറയൂ. SK ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. കാരണം 2 മണിക്കൂറായി ശ്രീരാഗ് കായലിൽ ചാടിയിട്ട്. എന്നാൽ ഈ 2 മണിക്കൂറായിട്ട് ഫയർഫോഴ്സും പോലീസും എത്തിയിട്ട് തിരച്ചിൽ നടത്തുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ ആളുകൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കൾക്കൊപ്പം ശ്രീരാഗ് ഇവിടെ വരികയും തുടർന്ന് കായലിലേക്ക് ചാടുകയുമാണ് ചെയ്തത്. എന്നാൽ ഇതുവരെയും ശ്രീരാഗിന് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയിട്ടില്ല. അതിനാൽ തന്നെ ഇവിടെ ഇപ്പോൾ ആളുകളെല്ലാം തന്നെ പ്രതിഷേധം നടത്തുന്നു. പോളിടെക്നിക് വിദ്യാർത്ഥിയാണ് ശ്രീരാഗ്. കണ്ണങ്കാട്ട് പാലത്തിലേക്കാണ് ശ്രീരാഗ് ചാടിയിരുന്നത്. സുഹൃത്തുക്കളോട് ശ്രീരാഗ് പറയുകയുണ്ടായി, താൻ ഇനിയും ഒരു വർഷത്തിനുള്ളിൽ താൻ ജീവിച്ചിരിക്കുകയുള്ളൂ, അതിനു മുമ്പ് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ ഇത് പേടിച്ചിട്ട് സുഹൃത്തുക്കളാണ് ശ്രീരാഗിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ശ്രീരാഗ് പാലത്തിലേക്ക് എത്തുന്ന സമയത്ത് പറഞ്ഞു തനിക്ക് കാല് മരവിക്കുന്നു, അതുകൊണ്ട് ഈ പാലത്തിൻ്റെ അവിടെ നിർത്താൻ പറയുന്നു. എന്നിട്ട് സുഹൃത്തുക്കൾ വണ്ടി നിർത്തിയതിനു ശേഷം ശ്രീരാഗ് പാലത്തിലേക്ക് ചാടുകയാണ് ചെയ്തത്. ഇപ്പോൾ ഫയർഫോഴ്സ് ആ അപകടം
സ്ഫോടനം നടന്ന സമയത്ത് തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. എന്നാൽ കായലിലേക്ക് തിരച്ചിൽ നടത്താനുള്ള സൗകര്യങ്ങളില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സ് തിരച്ചിൽ നടത്താതിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ധാരാളം ജനങ്ങൾ വന്നിട്ടുണ്ട്, ശ്രീരാഗിൻ്റെ കുടുംബം വന്നിട്ടുണ്ട്. എന്നാൽ ഇത്രയും പ്രതിഷേധം നടന്നിട്ടും ഫയർഫോഴ്സ് ഇപ്പോഴും തെരച്ചിൽ നടത്തുന്നില്ല. അപ്പോൾ തെരച്ചിൽ നടത്താത്തതിൻ്റെ കാരണം ഇവർ പറയുന്നത് ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ, തെരച്ചിൽ നടത്താനുള്ള വേണ്ട ഉപകരണങ്ങൾ ഇവരുടെ കയ്യിലില്ല എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് പറയുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. എന്തുകൊണ്ടാണ് ശ്രീരാഗ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നുള്ള കാര്യം വ്യക്തമല്ല. ഈ 2 മണിക്കൂറുകളായി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. കുടുംബം വിവരങ്ങൾ ഫയർഫോഴ്സിനോട് ചോദിക്കുമ്പോഴും കാര്യങ്ങൾ വ്യക്തമായി പറയുന്നില്ല. സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പരിശ്രമത്തിനിടെ ജിയോളജി വകുപ്പിൽ നിന്ന് ലഭിച്ച പിഴശിക്ഷ ഇരുട്ടടിയായി മാറിയിരിക്കുന്നു. കാസർഗോഡ് ബളാലിലെ വൃദ്ധ ദമ്പതികൾക്ക് 8 സെന്റിൽ വീടൊരുക്കാൻ മണ്ണ് മാറ്റിയിട്ടതിന് കുളത്തുംകാലിലെ വയോധികർക്ക് ജിയോളജി വകുപ്പ് 1 ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയത്. സംഭവത്തിൽ കാസർഗോഡ് ജില്ലാ കളക്ടർ ജിയോളജി വകുപ്പിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസ് മാത്രമെന്നാണ് ജിയോളജി വകുപ്പിന്റെ വാദം. കുടുംബത്തിന് പിന്തുണയുമായി ബളാൽ പഞ്ചായത്ത് രംഗത്തെത്തി. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. നിങ്ങൾക്ക് ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഒരു ശുഭരാത്രി. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ. ബളാൽ ടൗണിനോട് ചേർന്നാണ് തങ്കമണിയും ഗോവിന്ദനും 8 സെന്റ് സ്ഥലം വീട് നിർമ്മാണത്തിനായി വാങ്ങിയത്. കുടുംബത്തെ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തിയതോടെ വീട് നിർമ്മിക്കാനായി പണം ലഭിക്കുകയും ചെയ്തു. ഇതോടെ ചെരിഞ്ഞ പ്രതലത്തിലുള്ള ഭൂമിയിൽ നിന്ന് വീട് നിർമ്മിക്കാൻ മാത്രമായി മണ്ണെടുത്ത് 50 മീറ്റർ അകലേക്ക് മാറ്റിയിട്ടു. പദ്ധതി പ്രകാരം ലഭിക്കുന്ന 4 ലക്ഷം രൂപ കൊണ്ട് സ്വന്തമായൊരു വീടെന്ന സ്വപ്നം കരക്കെടുപ്പിക്കുമ്പോഴാണ് ജിയോളജി വകുപ്പിന്റെ നടപടി. സ്വസ്ഥതയും സമാധാനമില്ല, നടുവേദന, ഒരു വഴിയും എനക്കില്ല. ഉണ്ടെങ്കിലല്ലേ ഞാൻ അടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മിനാ പോയിട്ട് അവിടെ അവർ എന്ന് പറഞ്ഞു. കാഴ്ചശക്തിയില്ലാത്ത ഭർത്താവ് ഗോവിന്ദനൊപ്പം ഒറ്റമുറി വാടക വീട്ടിലാണ് നിലവിൽ തങ്കമണി താമസിക്കുന്നത്. വാടക മുറിയോട് ചേർന്ന് ഒരു തട്ടുകട നടത്തുന്നുണ്ട്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് ഏക ഉപജീവന മാർഗം. ഇതിൽ നിന്നും 5000 രൂപ വീട്ടുവാടക നൽകി കഴിഞ്ഞാൽ ഗോവിന്ദന്റെ ചികിത്സയ്ക്കുള്ള പണം പോലും ബാക്കിയുണ്ടാവാറില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാൽ പിന്നെ അവർക്ക് ആരുമില്ല. അങ്ങനെ നിൽക്കുന്നു. പിന്നെ ഈ 50 കണക്ക് അടക്കാനില്ല. വൃദ്ധ ദമ്പതികൾക്ക് പിന്തുണയുമായി ബളാൽ പഞ്ചായത്ത് രംഗത്ത് വന്നു. കുടുംബത്തിന്റെ ദുരിതം മുന്നിൽ കണ്ട് ജിയോളജി വകുപ്പ് നടപടിയിൽ നിന്ന് പിന്നോട്ടു പോകണമെന്നും അല്ലെങ്കിൽ പിഴയൊടുക്കാൻ പഞ്ചായത്ത് തയ്യാറാണെന്നും പ്രസിഡന്റ് രാജു കട്ടക്കയം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അന്യായമായ ഒരു നടപടിയാണ്. ഈ കാര്യം ഗവൺമെൻറ് കണ്ട്, അല്ല ജിയോളജി വകുപ്പ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഇവരെ പിഴയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കും. തങ്കമണിയുടെയും ഗോവിന്ദന്റെയും ദുരവസ്ഥ മുന്നിൽ കണ്ടിട്ടും 1 ലക്ഷം രൂപ പിഴ വിധിച്ച ജിയോളജി വകുപ്പിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.